ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. ഞാൻ നിങ്ങളുടെ ഹരി. പിന്നെ ഇന്നത്തെ വീഡിയോ എല്ലാവരും ചോദിച്ചോണ്ടിരിക്കുന്ന ഒരു വീഡിയോ ആണ്. വേറൊന്നല്ല, എന്റെ ഹെയർ ട്രീറ്റ്മെന്റ് ചെയ്ത വീഡിയോ ആണ്. കുറെ നാളായിട്ട് നിങ്ങളെ വെയിറ്റ് ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കാന്ന് എനിക്കറിയാം. പക്ഷെ എന്താ ചെയ്യാ, ഒരു മാസെങ്കിലും കഴിഞ്ഞ് അതിന്റെ എക്സ്പീരിയൻസ് പറയണ്ടേ നിങ്ങളോട്. പെട്ടെന്ന് അതങ്ങോട്ട് ചെയ്തിട്ട് അത് നല്ലതാന്ന് പറയാൻ പറ്റില്ലല്ലോ. അത് ചെയ്ത് കഴിഞ്ഞ് ഹെയർ ഫോൾ ഉണ്ടോ, എങ്ങനെയാണ് അതിന്റെ കെയറിങ്, അതെല്ലാം നിങ്ങളോട് പറയണ്ടേ. അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും വെയിറ്റ് ചെയ്തത്. ലാസ്റ്റ് പോർഷൻ നിങ്ങൾ മറക്കാതെ കാണാട്ടാ, അതിൽ ഫുൾ ഡീറ്റെയിൽസ് പറയുന്നുണ്ട്. പിന്നെ പുതുക്കാടുള്ള നയന ബ്രൈഡൽ ഹബിലാണ് ഞാൻ ചെയ്തത്. എനിക്ക് പരിചയമുള്ള കുട്ടിയാണ് മോനിക്ക. അപ്പൊ അവളോടുള്ള വിശ്വാസം പോലെ തന്നെ ഞാൻ ചെയ്തത്. ചെയ്യണ്ടായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടാ. അവിടുത്തെ സർവീസ് അടിപൊളിയാണ്. ഇവിടെ അടുത്ത് പുറത്തുള്ള ആൾക്കാരാണെങ്കിൽ അവിടെ തന്നെ പൊക്കോട്ടാ. ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ താഴെ കൊടുക്കാം. പോകുന്നതിന് മുമ്പ് ബുക്കിംഗ് എടുത്തിട്ട് പോണട്ടാ. അപ്പൊ നമുക്ക് നമ്മുടെ വിശേഷങ്ങളിലേക്ക് കടന്നാലോ. രാവിലെ പിള്ളേരൊക്കെ വിട്ടിട്ടാണ് കേട്ടാ ഞാൻ പോയത്. പിന്നെ അമ്മേനെയും കൂട്ടിയിട്ടാട്ടാ പോയത്. അമ്മ ഇന്നേ വരെ ബ്യൂട്ടി പാർലറിൽ ഒന്നും ചെയ്തിട്ടില്ല. അപ്പൊ അമ്മയ്ക്കും എന്തെങ്കിലും ചെയ്യിപ്പിക്കണം എന്ന് വിചാരിച്ചിട്ട് അമ്മേനെയും കൂട്ടിയിട്ടാട്ടെ ഇന്ന് നമ്മൾ പോയത്. ഞാൻ എന്റെ ഈ കേളി ഹെയർ എന്താ പറയാ, ഞാൻ സ്മൂത്തനിങ് ചെയ്താലോ എന്നാണ് ആലോചിച്ചത്. പക്ഷെ സ്മൂത്തനിങ്ങും സ്ട്രെയിറ്റ് ചെയ്താലും ഒക്കെ മുടിക്ക് ദോഷാന്നാണ് പറഞ്ഞു കേട്ടേക്കണേ. അപ്പൊ അതുകൊണ്ട് ഞാൻ ബുട്ടോക്സ് ചെയ്യാന്ന് വിചാരിച്ചു. എന്താണെന്ന് എനിക്കറിയില്ല. ഇപ്പൊ എന്റെ മുടിയുടെ പോലെ നിങ്ങൾക്ക് ഉണ്ടോട്ടാ. ഇതാണ് എന്റെ മുടിയുടെ ഇപ്പോഴത്തെ ഒരു ലുക്ക്. ഇത് പ്രശ്നമുണ്ടായിട്ടല്ല, എല്ലാവരും എന്നോട് പറയണ എന്തെങ്കിലും ഒരു ചേഞ്ച് കൊണ്ടുപോയോ മുടിയിൽ എന്തെങ്കിലും ചെയ്യുന്നൊക്കെ. അപ്പൊ രണ്ടും കൽപ്പിച്ച് അങ്ങോട്ട് ചെയ്യാന്ന് വെച്ചു. ഇനിയിപ്പോ ഇത് ചെയ്തിട്ട് നമുക്ക് ഇഷ്ടമായില്ലെങ്കിൽ തന്നെ മുടിയല്ലേ വലുതാവുമല്ലോ, അപ്പൊ നമുക്ക് സെറ്റാക്കാം. മുറിച്ച് കളഞ്ഞ് വലുതായി കഴിയുമ്പോൾ ഇതുപോലെ തന്നെ ആക്കാം. ഇനി അത് നല്ലതാണെങ്കിൽ അത് തന്നെ കണ്ടിന്യൂ ചെയ്യാം. അങ്ങനെയാണ് ഇപ്പൊ പ്ലാൻ ചെയ്തേക്കണേ. എന്താ എനിക്ക് അറിയില്ല. എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ചോളൂ കേട്ടോ നന്നാവാനായിട്ട്. അപ്പൊ ഞാൻ ഇന്ന് എൻ്റെ മുടി ബുട്ടോക്സ് ചെയ്യാൻ പോവാണ്. പിന്നെ അമ്മ കൂടെ വരുന്നുണ്ട്. അമ്മയ്ക്ക് ഹെയർ കട്ട് ചെയ്യണമെന്ന് കുറേ ദിവസമായി പറയണേ. അപ്പൊ അമ്മ ആദ്യമായിട്ട് ബ്യൂട്ടി പാർലറിൽ പോയി ചെയ്യാൻ പോകട്ടെ ഹെയർ കട്ട്. അമ്മ ബ്യൂട്ടി പാർലറിലെ ഒന്നും ചെയ്യാൻ ഇഷ്ടമല്ല, വരാറില്ല. ഞാനും അങ്ങനെയൊക്കെ തന്നെയായിരുന്നു. അപ്പൊ ഇന്ന് അമ്മേനെയും കൂടി കൊണ്ടുപോയിട്ട് അമ്മയ്ക്ക് കുറച്ച് ട്രീറ്റ്മെന്റുകളും കൂടി ചെയ്യാം. അതായത് ഹെയർ കട്ട് ചെയ്യാം, എന്തെങ്കിലും സ്പായോ ഫേഷ്യൽ അതൊക്കെ ചെയ്യിപ്പിക്കാം. അപ്പൊ അമ്മയുടെ എക്സ്പീരിയൻസും കൂടി ഇന്ന് കാണാട്ടാ. അപ്പോ ഞാൻ റെഡി. വാച്ചൊന്നും കിട്ടിയില്ലേ, സോറി. വാച്ച് ഹോൾഡർ ഞാൻ വേറെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. വാച്ച് ഇന്ന് എൻ്റെ വാച്ച് ചേട്ട കിട്ടിയിട്ടു. അപ്പൊ ഞാൻ എൻ്റെ അപ്പൊ നമുക്ക് വാച്ച് കെട്ടാം. ബ്രേസ്ലെറ്റ് ഇടാം. അയ്യോ, എനിക്ക് എന്താണെന്നറിയില്ല, എനിക്ക് പറയാനറിയില്ല. ഇപ്പോഴത്തെ എൻ്റെ ഒരു എന്തോ ഒരു ടെൻഷനൊക്കെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. എന്തിനാന്ന് വെച്ചാൽ അറിയില്ല. ഞാൻ രണ്ടും കൽപ്പിച്ച് അങ്ങോട്ട് തീരുമാനിച്ചു ഇന്ന് ചെയ്യാം. 9:30 എത്ര മണിയാ? ഇത് തെറ്റാണോ? ഇത് എത്ര മണിയാ? സോറി, എനിക്ക് തെറ്റ് പറ്റിയതാ. വാച്ചിന് തെറ്റ് പറ്റിയതല്ല കേട്ടോ, എനിക്ക് തെറ്റ് പറ്റിയതാ. അയ്യോ, എൻ്റെ മറ്റേ വാച്ച് പ്രശാന്തേട്ടൻ്റെ വാച്ച് കേടായിട്ട് അത് പ്രശാന്തേട്ടൻ വേണ്ടിയിട്ടുണ്ട്. എൻ്റെ സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ട്. നീ സ്വകാര്യം പോലെ പറഞ്ഞിട്ട് ശരി പറയാട്ടാ, മൈക്ക് വെച്ചിട്ടില്ല. അപ്പോൾ ഇപ്പൊ തൽക്കാലത്തേക്ക് ഞാൻ മുടി കെട്ടി വെച്ചു. 3 അയച്ചതാ. അപ്പൊ ഞാൻ ബൊട്ടോക്സ് ചെയ്യാൻ പോവാട്ടാ. ഇതാണ് എൻ്റെ ഫുൾ ലുക്ക്. ഇത് നിങ്ങൾ കുറെ ഉണ്ടാവും. സാധാരണ ഒരു കോട്ടന്റെ ചുരിദാർ. ഇത് ഏതാണെന്നറിയോ? ടോപ്പ് ഒരു വർഷം മുമ്പ് നമ്മുടെ വീടിന്റെ ഹോം ടൂർ ഇട്ടപ്പോ ഇട്ട ഡ്രസ്സാണിത്. ടോപ്പാ. അപ്പൊ ഞാൻ മുടി ഒന്ന് ജസ്റ്റ് വെറുതെ ഒന്ന് കെട്ടി വെച്ചു. വാച്ച് ഇട്ടു, ബ്രേസ്ലെറ്റ് ഇട്ടു. അപ്പൊ നമ്മൾക്ക് വെറുതെ അമ്മയും കൂടി വന്നാ പോവാ. അയ്യോ, എനിക്ക് ഉള്ളിൽ എന്തോ ഒരു പെടപെടപ്പ്. ഇതിട്ട് ചെയ്ത് കഴിയുമ്പോ എന്റെ മുഖത്തിന് ചേരോ ഇല്ലെന്നൊക്കെ ആലോചിച്ചിട്ടേ. എന്തായാലും ചേർന്നാലും ഇല്ലെങ്കിലും ഒരു ട്രൈ അങ്ങോട്ട് ചെയ്യാന്ന് വിചാരിച്ചു. എന്തായാലും എന്തെങ്കിലും ഒരു ട്രീറ്റ്മെന്റ് മുടിയിൽ എടുക്ക് ചേച്ചി എന്ന് പറഞ്ഞിട്ട് എനിക്ക് സൗകര്യമില്ല. അപ്പൊ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ഒക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഞാൻ മുടിയിലൊരു ട്രീറ്റ്മെന്റ് എടുക്കാം. ഇനിയിപ്പൊ ഇത് ഇത്രയുള്ള മുടി അങ്ങോട്ട് വളർന്നു കഴിയുമ്പോ അങ്ങോട്ട് വെട്ടിക്കളയാം, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ. അങ്ങനെയൊക്കെ വിചാരിച്ചാൽ പോണേ, എന്താണെന്ന് അറിയില്ല. പിന്നെ എനിക്ക് വിശ്വാസമുള്ള സ്ഥലത്താണ് ഞാൻ പോണേ. നയന ബ്യൂട്ടി പാർലറിലാണ് ഞാൻ പോണേ. എൻ്റെ ഫ്രണ്ടാണ് മോനിക്ക, അവളുടെ സ്ഥലമാണ്. അപ്പൊ അവള് എന്തായാലും നല്ല രീതിയിൽ നല്ല പ്രൊഡക്റ്റ് ഒക്കെ ഇട്ട് ചെയ്തിരുന്നാണ് എൻ്റെ വിശ്വാസം. അപ്പൊ അതുകൊണ്ട് അതിലെനിക്ക് ടെൻഷനൊന്നുമില്ല. സർവീസും സംഭവങ്ങളൊക്കെ അടിപൊളിയായിരിക്കും. പക്ഷെ എൻ്റെ മുടി ഇങ്ങനെ എന്താ പറയാ, ചപ്പറം മുടിയായിട്ട് ഇരുന്നിട്ട് പെട്ടെന്ന് അങ്ങോട്ട് ഇങ്ങനെ ഒതുങ്ങുമ്പോ എന്താ അവസ്ഥ എനിക്കറിയില്ല. എന്തായാലും നോക്കാം നമുക്ക്.
എന്ത് വന്നാലും നമ്മൾ നേരിട്ടല്ലേ പറ്റുള്ളൂ, നമ്മൾ വരുത്തുന്നതാണ്. എന്നാലും പിന്നെ മെയിൻ ആയിട്ടുള്ള കാര്യം വേറെ എന്നിട്ട് അറിയോ, എന്റെ അമ്മ ഇതിലൊന്നും പോയിട്ടില്ല, എന്താ പറയാ സ്പായോ കാര്യങ്ങളൊന്നും ഇതുവരെ ചെയ്തിട്ടില്ല. അപ്പൊ അമ്മയെ കൊണ്ട് ഇന്ന് അമ്മോട് പറഞ്ഞിട്ടില്ല ഹെയർ കട്ട് ചെയ്യിപ്പിക്കണം എന്നാ പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ ഹെയർ സ്പാ ചെയ്യിപ്പിക്കണം അല്ലെങ്കിൽ ഫേഷ്യൽ എന്തെങ്കിലുമൊക്കെ ചെയ്യിപ്പിക്കണം എന്ന് പ്ലാൻ ഇട്ടുണ്ട്. അപ്പൊ അമ്മയുടെ എക്സ്പീരിയൻസ് എന്താ നോക്കാം. അമ്മ അങ്ങനെ അടങ്ങി ഒതുങ്ങി അത്ര നേരം ഇരിക്കില്ലേ, ഞാനും അങ്ങനെയൊക്കെ തന്നെയായിരുന്നു. അപ്പൊ അമ്മയുടെ ചെയ്യിപ്പിച്ചിട്ട് എങ്ങനെയുണ്ട്, അമ്മയ്ക്ക് ഹാപ്പിയാണോ, അമ്മയ്ക്ക് ഇഷ്ടമായോ, അല്ലെങ്കിൽ അമ്മയ്ക്ക് ഇത്ര നേരം ഇരിക്കാൻ പറ്റാണ്ട് ബുദ്ധിമുട്ടാണോ, നമുക്ക് അതൊക്കെ കാണാട്ടാ. ഇന്ന് രാവിലെ ഞാൻ പിള്ളേരൊക്കെ പോണതൊക്കെ വീഡിയോ എടുക്കണം എന്ന് വിചാരിച്ചാ, പക്ഷെ പറ്റിയില്ല. എങ്ങനെയാ, നല്ല മഴയായിരുന്നു, പിള്ളേര് പോണ സമയത്ത് നല്ല മഴയായിരുന്നു. ഫോണും കൂടി ഞാൻ കൊണ്ടുപോയില്ല. തിരിച്ചു വന്നപ്പോഴേ ഞാൻ ആലോചിക്കണേ, അയ്യോ ഇന്നത്തെ വീഡിയോയില് കുട്ടികളെ ക്ലാസ്സിൽ ഇവിടെ ഒന്നും എടുത്തില്ലല്ലോ. അപ്പൊ എന്തായാലും രണ്ടും കൽപ്പിച്ച് ഞാൻ അങ്ങോട്ട് മുടിയിൽ ട്രീറ്റ്മെന്റ് ചെയ്യാൻ പോവാണ്. ഇതിൽ കുറെ പേർക്ക് ചെയ്യണ്ടായിരുന്നു ഹരി എന്ന് പറയുന്നവരുണ്ടാവും, ചെയ്തത് സൂപ്പറാ, ചെയ്തോ ചേച്ചി നല്ലതെന്ന് പറയുന്നവരുണ്ടാവും. ഞാൻ ഈ രണ്ട് അഭിപ്രായത്തിലും കൺഫ്യൂഷനാണ്. എനിക്കും ഉള്ളിൽ നിന്ന് അങ്ങനെയാണ്, ചെയ്തോ അങ്ങോട്ട് ഒരു ദിവസം എന്റെ മനസ്സിൽ നിന്ന് പറയാം, ഹരിത അങ്ങോട്ട് ചെയ്തോ, ഈ ഫീൽഡിലൊക്കെ നിൽക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ ചെയ്യേണ്ടതെന്ന് തോന്നും. ചില ദിവസം എന്റെ മുടിക്ക് ഇപ്പൊ എന്താ കുറവുള്ളേ, ഒരു കുഴപ്പമില്ല, ഇത് സെറ്റാക്കിയിട്ട് കഴിഞ്ഞാൽ ഭംഗിയാണ്, അങ്ങനെയും തോന്നും. അപ്പൊ എന്തായാലും ഇത്ര നാൾ ഇങ്ങനെ നടന്നില്ലേ, ഇനി ഒരു ചേഞ്ച് ആവട്ടെ എന്ന് ചോദിച്ചത് കഴിഞ്ഞിട്ട് ഇനി എന്റെ പോലെ എന്താ ഒന്നും എനിക്ക് അറിയില്ല. ഭഗവാനെ, എന്റെ ശിവനെ, എന്തായാലും പോവാല്ലേ, ഭംഗിയാവും വിചാരിക്കാം. പറഞ്ഞില്ലേ നല്ല മഴയാന്ന്, ഇന്ന് ഭയങ്കര മഴ ദിവസം. പക്ഷെ ഭയങ്കര രസാണ് ഇങ്ങനെ മഴ ദിവസം, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ നമുക്ക് എങ്ങോട്ടെങ്കിലൊക്കെ പോവാനുള്ളപ്പോൾ മഴ വരുമ്പോഴാണ് നമുക്കൊരു ഇത്. എന്നാലും യാത്രയാണെങ്കിലും മഴയത്തുള്ള യാത്ര എനിക്ക് ഇഷ്ടമാണ്. എന്തായാലും പോവാം. ദാ നല്ല സെറ്റപ്പ് മഴ, മരങ്ങളൊക്കെ ഭയങ്കര ഹാപ്പി ആയിട്ട് നിൽക്കുക കണ്ട. അതുകൊണ്ട് എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. പക്ഷെ ഇന്ന് രാവിലെ തൊട്ട് എനിക്ക് ഭയങ്കര ടെൻഷനാ ഇത് ചെയ്യണത് ആലോചിച്ചിട്ടേ. എന്തായാലും ഭംഗിയാവുമെന്ന് എനിക്ക് തോന്നുന്നു. എൻ്റെ ഈ നോക്കിയ വൈറ്റ് ടെർമിനാലിയ വളഞ്ഞു കാറ്റത്ത്. ഇനി അത് ആ ജനലിൻ്റെ അവിടേക്കൊക്കെ വലിച്ച് കെട്ടണമെന്ന് വിചാരിച്ചിട്ടുണ്ട്. ഒന്നും നടന്നിട്ടില്ല. അപ്പോൾ കുട്ടികൾ പോകുമ്പോഴൊന്നും എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ലാന്നേ. ഞാൻ വിചാരിച്ചതാണ് മക്കളെ വിടുന്നതും കൊണ്ടുവരുന്നതോ കൊണ്ടാക്കണതൊന്ന് വീഡിയോ എടുക്കണം എന്ന്. പക്ഷേ ഇതിനേക്കാളും വലിയ മഴയായിരുന്നു, അതുകൊണ്ട് നടന്നില്ല. അപ്പം ഞാൻ നിങ്ങളെ മഴയൊന്ന് കാണിക്കാമെന്ന് വിചാരിച്ച് വന്നതാട്ടാ. ഇനി കോട്ടിയാടിൽ മഴ പെയ്യുന്നത് കാണണോ, കാണിച്ചു തരാം. നമ്മുടെ കോട്ടിയാടിത്തെ മഴയൊന്ന് കാണാം. ചാറ്റലേ ഉള്ളൂ, അതുകൊണ്ട് വലിയ ഗംഭീരമായിട്ടൊന്നും കാണാനില്ല. ചാറ്റൽ മഴ നോക്കും. ഇവിടെ കോട്ടിയാടിലും മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ ശിവനെ കൃഷ്ണ സെറ്റപ്പാക്കി തരണം കേട്ടോ. സെറ്റപ്പാവും, ആവേണ്ടതാണ്. ഇതാ അടിപൊളിയായിട്ട് മഴയൊക്കെ പെയ്ത് കുളിച്ച് സെറ്റപ്പായിട്ട് നിൽക്കുക ചെടികൾ. ഇതിപ്പോൾ മണ്ണി നട്ടേക്കണാനും കുഴപ്പമില്ല. ചട്ടികളിൽ ഇരിക്കണ ചെടികൾക്കൊക്കെ വെള്ളം നനഞ്ഞ് ചീഞ്ഞ് പോയി കുറേ. അതൊക്കെ കണ്ടോ വെള്ളം കൂടിയിട്ട് അങ്ങനെ നിൽക്കണേ. അങ്ങനെ അപ്പോൾ ഇനി അമ്മേനെ വെയിറ്റിംഗ് ആണ്. അമ്മ വന്നു കഴിഞ്ഞാൽ പോവാം. അമ്മ എത്തിപ്പോയി. സൈഡിൽ കയറ്റി വെച്ചോ, സൈഡിൽ. മഴ കാരണേ ഞാനില്ലടി, എനിക്കിന്ന് മുടി വെട്ടണ്ടിടി എന്നൊക്കെ പറഞ്ഞു. എന്നാൽ ഞാൻ നിർബന്ധിച്ചു കൊണന്നേക്കുക. പിന്നെ സ്പായും ഫേഷ്യലും ഹെയർ കട്ടും ചെയ്യാൻ പോവാം. ഇന്ന് അമ്മേനെ തിരിച്ചറിയില്ല. തിരിച്ചു വരുമ്പോ നോക്കിക്കോ, അമ്മ ഈ അമ്മയായിരിക്കില്ല വരുമ്പോ. തിരിച്ചു വരുമ്പോ നോക്കിക്കോ അമ്മയുടെ കത്തിയാക്കി കൊണ്ടുവരാൻ പോവാ. എന്റെയല്ല, അമ്മയുടെയാണ് കൂടുതൽ. അങ്ങനെ നമ്മള് പുതുക്കാട് എത്തിയിട്ടുണ്ട്. ഇന്ന് എന്റെ മുടിയിൽ ചെയ്യാന്ന് വിചാരിച്ച ആരാണോന്ന് അറിയില്ല, മഴയൊന്നും തുറന്നിട്ടില്ല. നമ്മൾ പുതുക്കാട് എത്തി. അപ്പൊ നമ്മൾ എത്തിയിട്ടുണ്ട് നയന ബ്യൂട്ടി പാർലറിൽ. അമ്മേനെ ഇന്ന് അമ്മയുടെ മേക്ക് ഓവർ ചെയ്യാൻ പോവാ. എന്റെ മുടി ബൊട്ടോക്സ് ചെയ്യാൻ പോവാ കേട്ടാ. നയന ബ്യൂട്ടി പാർലർ. അമ്മ ആദ്യമായിട്ടല്ലേ വരണേ? ഇതാണ് നമ്മുടെ ബ്യൂട്ടി പാർലർ. നയന എന്നാണ് പേര്. പുതുക്കാടാണ് സ്ഥലം. ഡീറ്റെയിൽസ് എല്ലാം ഞാൻ താഴെ കൊടുക്കാട്ടെ. അമ്മ ഒന്നും ചെയ്യില്ല, ഒന്നും ചെയ്യില്ല. ഹെയർ കട്ട് ചെയ്യണമെന്ന് പറഞ്ഞു തുമ്പുവട്ടെ.
അപ്പൊ അമ്മ ഇന്നേ വരെ ചെയ്തിട്ടില്ല, ഇന്നേ വരെ ഫേഷ്യലോ സ്പായോ ഒന്നും ചെയ്തിട്ടില്ല. അപ്പൊ ഞാൻ ഇന്ന് എന്തായാലേ ഇറക്കം കുറക്കണ്ട. ഓക്കെ, അമ്മ എന്നൊരു മേക്കോ ഇല്ല അമ്മ ഇല്ല. സ്പാ ചെയ്യണം, ഫേഷ്യൽ അല്ലെങ്കിൽ സ്പാ ഏതെങ്കിലും ഒരെണ്ണം. മസാജ് വരെ സ്പായിലല്ലേ? സ്പാ ചെയ്തിട്ട് മുടി വെട്ടിക്കോ. വേണം വേണം വേണം, എന്തായാലും എനിക്ക് ടൈം എടുക്കും. അപ്പൊ അമ്മക്ക് ബോറടിക്കണ്ട. ആ ഫേഷ്യൽ ചെയ്യാം. അപ്പൊ അമ്മക്ക് കിടന്നിങ്ങനെ ഉറങ്ങാം, അവര് ചെയ്തോളൂ. ഫേഷ്യൽ ചെയ്തോ അമ്മ? ഹെയർ സ്പാഞ്ച് തല തൊട്ട് ഇങ്ങനെ മസാജ് ചെയ്യും, ഇവിടം വരെ. പറയേ ഫേഷ്യൽ മുഖം അങ്ങനെ മസാജ് ചെയ്യും. അപ്പൊ ഫേഷ്യൽ മതി, അല്ല തല ഇത് മതി, സ്പാ മതി. സ്പാ ഇത് മാത്രം നമുക്കൊന്ന് ജസ്റ്റ് വെട്ടേണ്ടി വരും. യൂക്കട്ടോ സ്ട്രെയിറ്റ് കട്ടോ അപ്പോഴത്തെ ഇത് നോക്കിയിട്ട് ഭംഗി എന്താന്ന് വെച്ചാൽ യു എനിക്ക് ഇഷ്ടം. സ്ട്രെയിറ്റ് ഞാൻ ചെയ്യാറില്ല, നേരെ വെട്ടാറില്ല, യു വെട്ടാറ്. അതാ കൊറേ കൂടി പോയത്. അത് ഇവള് വെട്ടും യു ഒക്കെ. അപ്പൊ ഞാൻ പറഞ്ഞു ഇവളോട് തുമ്പ്. ഞാനാണ് അമ്മയുടെയും എന്റെയും ജാനുന്റെ ഒക്കെ വെട്ടണ ആൾക്കാർ. എന്റെ അങ്ങനെയാ. ഞാൻ ഇവളെ വെട്ടുക. ഞാൻ എനിക്ക് ഇവ നമ്മൾ ലാൻഡ് ചെയ്തിരിക്കുന്നു. എന്റെ മുടി ഒന്ന് കാണിച്ചു കൊടുക്കട്ടെ. ഇനി ഇതിങ്ങനെ കാണണമെങ്കിൽ പാടുപെടും. എന്റെ ചപ്പറ മുടി. ഞാനൊരു വരവും ഇതാണ് ഇപ്പോഴത്തെ എന്റെ ലുക്ക്. ഇത്തിരി കഴിയുമ്പോ ഇത് എനിക്ക് തന്നെ കാണാൻ വേണ്ടി ഞാൻ എടുത്തു വെക്കണ്ട. ഇനി ഇത് കഴിഞ്ഞു കഴിഞ്ഞാൽ പറ്റിയില്ലെങ്കിലോ, ആ ലുക്ക് നമുക്ക് ഇഷ്ടമായില്ലെങ്കിലും മുമ്പത്തെ എന്റെ ലുക്ക് ഒന്ന് കണ്ടുപിടിക്കാം. ഞാൻ അന്ന് വെട്ടിയിട്ട് ഒരു തവണ കൂടി വെട്ടിയ. ആ അത് ശ്രീകുട്ടൻ്റെനാണ് ഞാൻ വെട്ടിയത്. 6 മാസം ചേച്ചി ചെയ്തത് ഞാൻ മുംബൈയിൽ പോണ സമയത്താ അല്ലേ? മുംബൈ പോയി വന്നിട്ടല്ലേ ശ്രീകുട്ടന്റെ കല്യാണമായിരുന്നേ? ആ ശരിയാ, ഞാൻ വെട്ടി അനിയന്റെ കല്യാണം. അമ്മേനൊരു കലക്ക് കലക്കുന്നേ. അതാണ് ഇന്ന് എന്റെ ലക്ഷ്യം. ഇതാണ് നമ്മുടെ. അയ്യോ എന്റെ കൂടി ഒത്തപ്പോ പോലെ ദൈവം. അമ്മയുടെ തുമ്പ് വെറുതെ ഒരു യൂ കട്ട് ചെയ്യാം, പിന്നെ സ്പാ ചെയ്യാം. സ്പാന്ന് വെച്ചപ്പോ തലയിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്ന് വെച്ചാൽ അവരിങ്ങനെ ഇങ്ങനെ മസാജ് ചെയ്ത് ശരിയാക്കും. പിന്നെ വളർച്ച മുരടിച്ചിരിക്കണ ഇതൊക്കെ ഇല്ലേ, മുടിയൊക്കെ ഇല്ലേ, അത് ഈ മസാജ് ചെല്ലുമ്പോ രക്തോട്ടം കൂടിയിട്ട് ഞാൻ എവിടെ പോയി ഒന്നും ചെയ്യാറില്ല. ഒരു തവണ വന്ന് സ്പാ എടുത്തപ്പോഴേ എപ്പോഴെങ്കിലൊക്കെ ഞാൻ ഇതിലേ പോയാ എടുക്കും. അപ്പൊ അങ്ങനെ ഇതാണ് എന്റെ മുടി. ഇനി ഇത് ചെയ്തെന്താക്കും എനിക്കറിയില്ല. ഇപ്പോഴും നല്ല സെറ്റപ്പ് കൂടിയല്ലേ അമ്മ ചെയ്യാല്ലേ? എന്തായാലും അത് സ്ട്രൈറ്റ് ലുക്ക് ആവും, പിന്നെ അത് വേവി ആവും. അപ്പൊ നമ്മുടെ മെയിൻ ആൾ എത്തിയിട്ടുണ്ട് കേട്ടാ. ഇതാണ് മോനിക്കാട്ട. പിന്നെ റേറ്റ് ചോദിച്ച ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ്. ഈ നമ്മുടെ ഷോൾഡർ ലെങ്ത് ഉള്ള മുടിയാണെങ്കിൽ സാധാരണ സ്റ്റാർട്ടിങ് 5000 ആണ് വരുന്നത്. പിന്നെ നല്ല പ്രൊഡക്റ്റും അതുപോലെ ലെങ്ത്തും നോക്കിയിട്ടാണ് ഇതിന്റെയൊക്കെ റേറ്റ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അത് ഇവരായിട്ട് കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവര് റേറ്റുകളെല്ലാം പറയൂട്ടോ. എന്റെ മുടിയുടെ ലെങ്ത് വെച്ചിട്ട് ഒരു 10 ഒക്കെ വരൂട്ടോ ഏകദേശം. ബാക്കി നിങ്ങൾ എന്തായാലും ഡയറക്റ്റ് കോണ്ടാക്ട് ചെയ്യുമോ, അപ്പൊ അറിയാൻ പറ്റൂട്ടാ. റൂട്ട് വന്നു പിന്നെ ഫുൾ ടൈം കെട്ടി
അടിഭാഗത്ത് ഇങ്ങനെ ഇതാണ് ലെയർ കട്ട് ചെയ്യുമ്പോ പോവും. അതാണ് ശ്രീകുട്ടന്റെ ഇതിന് വേണ്ടി ഞാൻ എന്റെ ഒക്കെ കൂടി ഇങ്ങനെ ഇങ്ങോട്ട് പിടിക്കും, എന്നിട്ട് അച്ഛനെ പിടിച്ച് വെട്ടലാണ് ഞാൻ വെട്ടിയിരിക്കും. ഇവിടെ ഇപ്പൊ ഒട്ടുമിക്കവരും വെട്ടി കഴിഞ്ഞിട്ട് നീളം വെക്കിനുണ്ടെന്ന് പറഞ്ഞിട്ടുള്ള വേഗം ഒത്തു വരുന്നുണ്ട്. ഞാൻ എന്റെ മോളിനെ കൂടി ഞാൻ തന്നെ വെട്ടാറ്. ഞാനാണ് ജാനുകുട്ടിയുടെയും എന്റെ ഒക്കെ വെട്ടാറ്. അപ്പൊ ഞാനേ എല്ലാരും ഇപ്പൊ പറയുന്നുണ്ട് എന്റെ കൂടി വെട്ടുമ്പോ ഞാൻ വെട്ടുമ്പോ വരുന്ന ഇത്ര വെട്ടി ഞാൻ ഇപ്പൊ ഇങ്ങനെ എടുത്തിട്ട് ഞാൻ മൊത്തം ഇവിടെ ഒരു എന്നിട്ട് അടി വരെ ഇങ്ങനെ പിടിച്ചെടുക്കും. എന്നിട്ട് അത് ഇപ്പത്തോടെ എടുത്തിട്ട് ഒരു പൊട്ട് ഇവള് എന്ത് വെട്ടിയാലും നല്ല മനസ്സുള്ള ആൾക്കാര് ചെയ്യുമ്പോ ഇതിവിടെ കൊണ്ടുവച്ചപ്പോ 2-3 ലീഫ് ഉണ്ടായുള്ളൂ സ്റ്റാർട്ടിങ്. പക്ഷെ എന്തോരം വെട്ടിക്കളഞ്ഞിരിക്കുന്നതറിയോ എന്റെ മോൻ നോക്കിയപ്പോ ലോണായിരുന്നു വെള്ളമൊഴിക്കും ഇടയ്ക്ക് ഒന്നും സൂര്യപ്രകാശം തിരുവാതിരയാ തിരുവാതിരക്കാരെ എല്ലാവരും എനിക്കറിയില്ല. ഞാൻ നല്ലതാണെന്ന് എനിക്കറിയാം. ഒരാള് നല്ലുണ്ട്. നോർമൽ സംഭവം ശരിക്കും പറയുകയാണെങ്കിൽ അമ്മ അങ്ങോട്ട് നിന്ന് അതായത് ഡ്രൈനെസിന്റെ വർക്കില്ല. അത് കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ ബ്ലോ ഡ്രൈ കൊടുത്താൽ ഡ്രൈ ആവും. മനസ്സിലായി? അതെ അമ്മ പറയണതേ, അമ്മക്ക് ഇതൊന്നും അറിയില്ല. ബ്ലോ ഡ്രൈ അറിയില്ല, ബൊട്ടോക്സ് എന്നിട്ട് അറിയില്ല. സ്ട്രെയിറ്റ് അറിയായിരിക്കും, സ്ട്രെയിറ്റ് ആയിട്ട് കിടക്കുന്നത്. വേറെ ഒന്നും അറിയില്ല. മുടി വെട്ടാടി, അതാണ് അമ്മ ഉദ്ദേശിച്ചുള്ളത്. ഞാൻ പറഞ്ഞതാണ് ഒരു മസാജും കാര്യങ്ങളും കിട്ടിക്കോട്ടെ. അമ്മക്ക് ഇത്തിരി ഓളം വെട്ടുണ്ട് തലേത്ത്, അതൊക്കെ പൊക്കോട്ടെ. അതെ അമ്മ അതല്ല, അല്ലടി പീരീഡ്സ് നിക്കാറായതിന്റെ കൊറേ ഇതുണ്ട്, പ്രശ്നങ്ങളുണ്ട്. അപ്പൊ റിലാക്സേഷൻ. അപ്പൊ ഞാനൊരു കഴിഞ്ഞ തവണ വന്നപ്പോ ഞാൻ നംശുവിനോട് പറഞ്ഞു എനിക്ക് ആകെ ഭ്രാന്ത് പിടിച്ചേക്കുന്നു, അത് പീരീഡ്സ് ആയിട്ട് 2 ദിവസമേ ഉള്ളൂ. അപ്പൊ അവൻ പറഞ്ഞു എന്തായാലും കുഴപ്പമില്ല, മസാജ് ഒക്കെ കിട്ടിയപ്പോ അമ്മക്ക് ഇത്തിരി റിലാക്സ് ആവുമല്ലോ നംശു പറഞ്ഞു. അപ്പൊ നംശു പറയാ ശരിക്കും അതിന് അമ്മൂമ്മേനെയാണ് കൊണ്ടുപോകേണ്ടത്, അമ്മൂമ്മക്കാണ് ഭയങ്കര മൂഡ് സ്വിങ്സ്, അമ്മൂമ്മേനെ കൊണ്ടുപോയിട്ടാണ് മസാജ് കഴിഞ്ഞിട്ട്. അമ്മൂമ്മേനെ ഞാൻ വിചാരിച്ചിട്ടുണ്ട് അതിനൊന്ന് വന്ന് കിട്ടണ്ടേ കൂടെ എന്ന് പറഞ്ഞു. പിള്ളേരെ ഇഞ്ചക്ഷന് കൊണ്ടുപോണ പോലെ അമ്മയുടെ ഇത് വെറുതെ ഒന്നേ യു ആണ് അമ്മ പറയണേ. ചെറുതായി പോകും, ഇതിലൂടെ നീട്ടം വെച്ചിട്ട് യു വെട്ടാം. യു ആയാൽ ഇവിടം വരെ നിക്കും ഇങ്ങനെ. അപ്പൊ കുഴപ്പമില്ല, അഴിച്ചിടുമ്പോ ഇങ്ങനെ കിടക്കും. ആ അമ്മയ്ക്ക് എപ്പോഴേലും ഇതാണ് കാര്യം. എന്തിട്ടാ വെച്ചാ എന്റെ കഴിഞ്ഞതിന് മുമ്പ് അമ്മയുടെ തീരില്ലേ എന്നുവെച്ചാ അമ്മേനെ നേരത്തെ വിടണം. എന്താന്നറിയോ, പിള്ളേര് വരുന്നതിന് മുമ്പ് അമ്മേനെ വിടണം. ത്രെഡ് ചെയ്യാന്നാ, ത്രെഡ് ചെയ്യാ അമ്മ ത്രെഡ് ചെയ്യാന്ന്. നമ്മുടെ മൂഡ് സ്വിങ്സ് അല്ല, കാര്യമായിട്ട് പറയട്ടെ ഞാൻ, നമ്മുടെ മൂഡ് സ്വിങ്സ്, നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ, ഒരുവിധം നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന പല പ്രശ്നങ്ങളും ഈ മസാജ് കൊണ്ട് മാറി. അത് ശരിയായിരിക്കും, പക്ഷെ ഇതിനോട് നമുക്ക് താല്പര്യമില്ലല്ലോ. അത് താല്പര്യമില്ലാത്തത് ഇങ്ങനെ അടങ്ങി ഇങ്ങനെ ഇരിക്കാൻ പറ്റില്ല അത്ര നേരം. അത് മെയിൻ കാര്യം. അതെനിക്കുണ്ടായിരുന്നു, ഞാൻ പറയാറില്ല ഇത്ര നേരം ഇരിക്കണതാണ് എനിക്കൊരു ബുദ്ധിമുട്ട്. നമുക്ക് ഫസ്റ്റ് എന്താ ഇത് എന്ന് പറഞ്ഞാലേ നമ്മൾ ഇത്തിരി ടൈം എടുത്ത് ചെയ്യണം. അപ്പൊ നമ്മൾ ഇത്തിരി അങ്ങനെ തുടങ്ങിയാലോ? തുടങ്ങി അവസാനിപ്പിച്ചോ. ഹെയർ വാഷ് ചെയ്തിട്ട് വരാട്ടോ. ആദ്യം തന്നെ ഹെയർ വാഷാണ്. അപ്പൊ നമുക്ക് ഹെയർ വാഷ് ചെയ്തിട്ട് വരാട്ടോ. ഇത് വീണ്ടും എന്നെ കൊണ്ട് പറയിപ്പിച്ചതാട്ടോ. മറ്റേ നേനാണ് വരണേന്റെ
വായല് പേര് പറയും. മോനും എന്നെ കൊണ്ട് പറയിപ്പിച്ചതാട്ടാ. എനിക്ക് 2 മോനും ഉണ്ട്. എന്റെ കൂടെ പഠിച്ച മോനിഷാനെ മോനു എന്ന് വിളിക്കുക. അവളിപ്പോ തെറ്റിദ്ധരിക്കും. മോന് നമ്പർ 2. ഇത് ചെയ്യുമ്പോ ജലദോഷം വരണ്ടെന്നാണ്. അങ്ങനെയാണ്. എന്റെ ഇതൊക്കെ പെടും. ഞങ്ങൾ അങ്ങനെ ഇങ്ങോട്ട് പറയുന്നൊക്കെ പെടാറുണ്ട്. അതെ, അമ്മ ആദ്യമായിട്ടാണോ ചെയ്യണേ? ഇനി അമ്മ പറയണം, അതെ നീ മോനിക്കയുടെ അവിടെ പോണ്ടെങ്കിൽ നീ ഒന്ന് എന്നെ വിളിക്കണം, ഒരു മസാജ് എടുക്കണം. അങ്ങനെ അമ്മ പറയൂല, പറയണം, പറയിപ്പിക്കും. ഞാൻ കാണാത്തത് പ്ലാസ്റ്റിക് കാണാൻ പോയിട്ട് വലിയ സെറ്റപ്പ് അല്ല കേട്ടോ. ദൃശ്യം 1 2 സെറ്റപ്പാ. പക്ഷെ 3 ഞാൻ അത്ര പ്രതീക്ഷിച്ചത്ര സെറ്റപ്പായിരുന്നു. OTT കാണാനുള്ളൂ. അയ്യോ, അപ്പൊ ഇതെന്താ സംഭവം പറയും? ഇത് ക്രീം ആപ്ലിക്കേഷൻ. ഇനി നമ്മളിത് ഫുൾ ആപ്ലിക്കേഷൻ ചെയ്ത് കഴിഞ്ഞു ഓരോ ചെറിയ ലെയർ ആയിട്ട് എടുത്തിട്ട് മസാജ് ചെയ്ത് ക്രീം അപ്ലൈ ചെയ്ത് മെൻസിഫിക്കേഷൻ ചെയ്ത് ഇങ്ങനെ ഇട്ടേക്ക് ഫുള്ള് ഇട്ട് കഴിഞ്ഞതിന് ശേഷം നമ്മളത് കവർ ചെയ്യും. നമ്മൾ അറിയില്ലേ, കറിയെല്ലാം വെച്ചതിന് ശേഷം അടച്ചു വെച്ച് ബന്ധുസാക്കി അതുപോലെ അടച്ച് ബന്ധുസാക്കി വെക്കും. പിന്നെ അത് അവിടെ ഇപ്പൊ ഈ കാണാൻ ഇത്രയോ ഒട്ടോ മുടിയില്ലല്ലോ. ഇല്ല, ഇതിപ്പോ ക്രീം നനവൊക്കെയുള്ളോണ്ടല്ലേ? ക്രീം കിടക്കുമല്ലേ. ആദ്യത്തെ ഒരു 2-3 ദിവസം ഒന്ന് ഒട്ടി കിടക്കും. ഫസ്റ്റ് വാഷ് കഴിയുമ്പോഴത്തേക്കും ചെറുതായിട്ടൊന്ന് ബൗൺസ് ചെയ്യാം. പക്ഷെ ബൗൺസ് ചെയ്യാൻ നമ്മൾ സമ്മതിക്കത്തില്ല. നമ്മൾ എന്താ പറയുക, മാസ്ക് നല്ല രീതിയിൽ ഇട്ടൊന്നും ഒതുക്കി അല്ല, കുറച്ച് ബൗൺസ് ചെയ്ത് കിടക്കുന്നതല്ലേ ഭംഗി ഉണ്ടാവുക. തന്നെത്താനെ വന്നോളും. ഷാമ്പു വാഷ് കഴിയുന്നതിനനുസരിച്ച് ബൗൺസ് ആയിക്കൊണ്ടേയിരിക്കും. എന്റെ ഇങ്ങനെ പറന്ന് പൊന്തി നിന്ന മുടി ആയതുകൊണ്ടേ ഒട്ടുമ്പോ പെട്ടെന്നൊരു മാറ്റം വരും മുഖത്തിന്. എനിക്ക് അത്രയും മാറ്റം വലിയ ഇഷ്ടമില്ലേ. അതാ ഞാൻ പറഞ്ഞ കുറച്ച് ബൗൺസ് ചെയ്ത് നിന്നോട്ടെ വേണം. ഇത് നമ്മള് ഇപ്പൊ ഇന്ന് ചെയ്യുമ്പോ ഒട്ടിയിരിക്കും. കാരണം ഇന്ന് നമ്മൾ കഴിയുമ്പോ മാസ്ക് ഇടുന്നുണ്ടല്ലോ. വാഷ് ചെയ്യുന്ന സമയത്ത് മാസ്ക് നല്ലതുപോലെ ഇട്ട് വെച്ചിട്ടാണ് കഴുകുന്നത്. അപ്പൊ ആ മാസ്കിന്റെ ഒരു ഇതില് ഒന്ന് ഒട്ടി കിടക്കും. പിന്നെ 3ാമത്തെ ദിവസം ഇവിടെ വന്നിട്ട് നമ്മളൊരു ഫ്രീ വാഷ് ഉണ്ട്. ആ വാഷ് കഴിഞ്ഞ് കഴിയുമ്പോഴും ജസ്റ്റ് മാസ്ക് നല്ല രീതിയിൽ കണ്ടീഷണർ മാസ്ക് അപ്ലൈ ചെയ്യുന്നതുകൊണ്ട് ഒന്ന് ഒട്ടി കിടക്കും. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ വീട്ടിൽ വാഷ് ചെയ്യില്ലേ, അതിനനുസരിച്ച് കുറച്ച് ദിവസം കഴിയുമ്പോൾ ബൗൺസിയായി വന്നോളും. ഒരുപാട് ഒട്ടത്തില്ല. ഈ ഇത് ചെയ്യില്ലേ, ബൊട്ടോക്സ് ചെയ്യണില്ലേ? പല ആൾക്കാരുടെ കംപ്ലൈന്റ്സ് ആണ്, ബൊട്ടോക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് മുടി കൊഴിഞ്ഞു പോണു, ഉണ്ടായിരുന്ന തിക്ക് ഹെയർ ഇങ്ങനെ കുറയണു, അങ്ങനെ കുറെ പ്രശ്നങ്ങളുണ്ട് ചെയ്ത ആൾക്കാർക്ക്. ഞാൻ ഇത് ചെയ്യട്ടെ എന്ന് ചോദിച്ച ആൾക്കാർ കുറെ പേര് എന്നോട് പറഞ്ഞു, വേണ്ട ഹരിത എന്റെ മുടി നോക്കി ഇപ്പൊ ചെയ്തിട്ട് എന്നൊക്കെ പറഞ്ഞു. അവരോട് എന്നിട്ടാ പറയാനുള്ളേ? ഇത്തിരി ഒച്ചയില് പറഞ്ഞു. എന്തിട്ടാ പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് ഒരു കാര്യം ചിന്തിക്കാം. നമ്മുടെ മുടി നല്ല കേളി ഫ്രിസി നമ്മുടെ കയ്യിൽ ഒതുങ്ങാത്തത് കാരണമാണ് നമ്മൾ വന്ന് ഒന്ന് മാറ്റി ബൊട്ടോക്സ് ചെയ്യുന്നത്. അപ്പൊ ബൊട്ടോക്സിന്റെ ഉദ്ദേശം എന്താ, ഫ്രിസിനെസ് ഒക്കെ ഒന്ന് മാറി മുടി ഒന്ന് ഒതുങ്ങി നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഇടുക എന്നുള്ളതാണ്. അപ്പൊ ആ ഒതുങ്ങുമ്പോ തന്നെ നമുക്ക് ആദ്യം പന്തം പോലെ കണ്ടിട്ട് ഒന്ന് ഒതുങ്ങി കഴിയുമ്പോൾ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഇഷ്ടമാണ്, പക്ഷെ അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. പിന്നെ 2ാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ നിന്ന് ചെയ്ത് വിടുമ്പോൾ എങ്ങനെയാണ് നിങ്ങളുടെ മുടിയുടെ ടെക്സ്ചർ, അതങ്ങനെയാണ് അത് കിടക്കേണ്ടത് പിന്നെ അങ്ങോട്ട്. പക്ഷെ എല്ലാരും വിയർക്കുന്ന ഉടനെ ഇതെടുത്ത് അമ്മക്കെട്ട് കെട്ടി വെക്കും. 1ാമത്തെ കാര്യം, അതിൽ ഇതിന്റെ ടെക്സ്ചർ മാറും. അമ്മക്കെട്ട് കെട്ടി വെക്കുന്നതും പിന്നെ ഇടുന്നതും ഈ മുടിയുടെ ടെക്സ്ചർ മാറ്റും. പിന്നെ 2ാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ യൂസ് ചെയ്യുന്ന വെള്ളം, നിങ്ങൾ യൂസ് ചെയ്യുന്ന ഷാമ്പു, നിങ്ങൾ യൂസ് ചെയ്യുന്ന കണ്ടീഷണർ. കാരണം പകുതി പേര് ഈ കംപ്ലൈന്റ് പറയുന്നവരും നമ്മൾ ചെയ്ത് വിടുമ്പോൾ അവരോട് പറയും നമ്മൾ ഏത് പ്രോഡക്റ്റ് ആണോ യൂസ് ചെയ്യുന്നത് ആ പ്രോഡക്റ്റിൽ തന്നെ ഷാമ്പുവും കണ്ടീഷണറും യൂസ് ചെയ്യണം, അതാണ് മസ്റ്റ് എന്ന് നമ്മൾ പറഞ്ഞു കൊടുക്കും. അതൊരു പേര് കേൾക്കില്ല. പ്രൊഡക്റ്റ് ഇതിന്റെ തന്നെ മാക്സിമം യൂസ് ചെയ്യാം. പിന്നെ മെയിൻ ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വാഷ് ചെയ്യുന്ന പ്രോസസ്സ്, അതായത് ചിലര് ഷാമ്പു ഒരുപാട്, കണ്ടീഷണർ സത്യത്തില് ഷാമ്പു വാഷ് കുറച്ച് ചെയ്തിട്ട് കണ്ടീഷണർ സ്കാൽപ്പിൽ അപ്ലൈ ചെയ്യാണ്ട് മുടിയിൽ കുറച്ച് നല്ല രീതിയിൽ അപ്ലൈ ചെയ്യാം. പിന്നെ അതിനെയും കാട്ടി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മുടിക്ക് ഇല്ലാത്തൊരു ടെക്സ്ചർ നമ്മൾ ഉണ്ടാക്കി കൊടുക്കുക ചെയ്യുന്നത്. അപ്പൊ എന്താ ചെയ്യുന്നത്,
അതിന് നമ്മൾ ഇപ്പം ഞാൻ മുമ്പേ മോളടുത്ത് പറഞ്ഞില്ലേ, നമ്മുടെ ബോൺ പൊട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളതിപ്പം പ്ലാസ്റ്റർ ഇട്ട് ശരിയാക്കി ഫിസിയോതെറാപ്പിയും കൂടെ ചെയ്യുമ്പോഴാണ് മൂവ്മെന്റ് കറക്റ്റ് ആവുന്നത്. അതേപോലെ മുടിയിൽ സ്പാ ഇടയ്ക്ക് ചെയ്യണം. ചെയ്തിട്ടായിട്ട് മന്ത്ലി ഒരു സ്പാ ചെയ്ത് പോവാം. നമ്മൾ ഇവിടുന്ന് പോയിട്ട് ഒരു 3-4 ദിവസം കഴിയുന്നുണ്ട് എണ്ണയും പുരട്ടി ചുറ്റിക്കെട്ടി ചൂടെടുക്കുന്നു എന്ന് പറഞ്ഞ് ചുറ്റിക്കെട്ടി വെച്ച് കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. മുടി പോവുക തന്നെ ചെയ്യും, ടെക്സ്ചർ മാറും. പിന്നെ കൊഴിച്ചിലിന്റെ ഇതിപ്പോ ചെയ്ത അപ്പൊ തന്നെ കുറച്ചാളത്തേക്ക് നമ്മള് ലൂസ് ഹെയർ ആയിട്ട് സൂക്ഷിക്കണം അല്ലെ? ലൂസ് ഹെയർ അതേക്കണക്കിന് നമ്മുടെ ടിക് ടിക് ക്ലിപ്പ് ഉണ്ടല്ലോ, ഇടുന്ന ക്ലിപ്പുകളൊന്നും യൂസ് ചെയ്യാതിരിക്കുക. ഇങ്ങനെ കമ്പി സ്ലൈഡ് ഇല്ലേ, കമ്പി സ്ലൈഡ് യൂസ് ചെയ്യാം. കമ്പി സ്ലൈഡ് എന്ന് പറഞ്ഞാൽ മുടി ഓടിയത്തില്ല, ഏതാണെന്നറിയാമോ? ഇങ്ങനെ വരുമല്ലോ, ഇങ്ങനെ പൊങ്ങിയിട്ടൊരു കമ്പി സ്ലൈഡ് ഉണ്ടല്ലോ, ഞാൻ കാണിച്ചു തരാം. ഈർക്കിലി സ്ലൈഡ് ആണോ? ഈർക്കിലി സ്ലൈഡിന്റെ അത് ഇട്ട് കഴിഞ്ഞാൽ അത്രത്തോളം മുടി ഡാമേജ് ആവത്തില്ല. നമുക്ക് തോന്നും ഇത് കുത്തി കഴിഞ്ഞാൽ ഡാമേജ് ആവും, പക്ഷെ അത് മുടി ഡാമേജ് ചെയ്യുന്ന ഒരു സ്ലൈഡ് അല്ല. ഇതിനൊക്കെ കട്ടിങ് ചെയ്യാനായിട്ടുള്ള സാധനം നമ്മുടെ ഹോർമോൺസ്, നമ്മുടെ തലമുടിക്കോ വേണ്ടുന്നുള്ള വൈറ്റമിൻസ് കാര്യങ്ങളൊന്നും ശരീരത്തിൽ കറക്റ്റ് അല്ലാന്നുണ്ടെങ്കിൽ മുടി കൊഴിയും. പിന്നെ എനിക്ക് തോന്നണതേ ഓൾറെഡി മുടി കൊഴിച്ചിലുണ്ടാവും, പക്ഷെ ഇത് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് തോന്നും ഇത് കാരണമാണ് ഇത് കാരണമാണെന്ന്. ഞാൻ കഴിഞ്ഞ തവണ ചെയ്ത് പോയിട്ട് പിന്നെ ഞാൻ ആ പരിപാടി കഴിഞ്ഞിട്ടും എനിക്ക് ഭയങ്കരമായിട്ട് അതിന്റെ ഇതുണ്ടായി. ഞാൻ എന്നിട്ട് അമ്മോട് പറയുന്നത് ഞാൻ ഒന്നും മുഖത്ത് ചെയ്തില്ല. ഇപ്പൊ എന്തെങ്കിലും പോകുമ്പോ നമ്മൾ എന്തെങ്കിലുമൊക്കെ ടച്ചപ്പ് ചെയ്ത് പോവില്ല. ഞാൻ അങ്ങനെ കുറെ ഫൗണ്ടേഷൻ ഒന്നും യൂസ് ചെയ്യുന്നില്ല, എന്നാലും ക്രീമും സംഭവങ്ങളൊക്കെ ഇട്ട് നമ്മളൊന്ന് സെറ്റാക്കി പോവല്ലോ. പക്ഷെ അതൊന്നും തലേ ദിവസമൊക്കെ പോയപ്പോ ഞാൻ വെറുതെ സാധാ മോയ്സ്ചറൈസർ തേച്ച് കണ്ണും ഇതൊക്കെ എഴുതി പോയുള്ളൂ. എന്റെ ഒരു ഗ്ലോ ഒക്കെ അങ്ങനെ തന്നെ ഉണ്ടായിരുന്നു കുറച്ച് ദിവസത്തേക്ക്. നമ്മള് ഇവിടെ യൂസ് ചെയ്യണത് ബാർണസിന്റെ നല്ല സാധനമാണ്. ഇത് വേറെ കമ്പനിയിൽ വന്നിട്ടില്ല. എന്റെ ഹെയർ വാഷ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, നമുക്ക് അതൊന്ന് നോക്കാട്ടാ. അമ്മ ആദ്യമായിട്ട് സ്പാ ചെയ്യാണ്. സ്പാ സ്പാ ചെയ്യണം. സ്പാ ഇതുവരെ എല്ലാം ശരിയാണോ അമ്മ? ശരിയാണ്, എല്ലാം ശരിയാണ്. നേരെ തന്നെ ഇരുന്നോ, അവൾക്ക് തോന്നും. എന്താണ് അമ്മയുടെ അഭിപ്രായം? അല്ല, ഇനി ഇടയ്ക്ക് അമ്മ പറയും. അപ്പൊ ഞാൻ അന്ന് ഇവിടത്തെ കഴിഞ്ഞ് ഞാൻ വന്നിട്ട് അമ്മോട് 1 മണിക്കൂർ ഇരുന്ന് പറഞ്ഞു. അമ്മയ്ക്ക് അറിയില്ലല്ലോ. അന്ന് ഞാൻ പറഞ്ഞു അമ്മേനെ ഒരു ദിവസം കൊണ്ടുപോകണം. തലമുടി ഒന്നും അതിന് കുഴപ്പമില്ല, ഇത് മസാജിങ് സൂപ്പറാണ്. എനിക്ക് ഇഷ്ടപ്പെട്ടു. സൂപ്പറാണ്, അടിപൊളിയാ. ഞാനും പറഞ്ഞില്ലേ, ഞാൻ വേറെ ആദ്യമായിട്ട് ചെയ്യണം. ഞാൻ ബ്യൂട്ടി പാർലറിൽ ഇങ്ങനെ ഇപ്പൊ മുടി പോയിട്ടു പിരിയം പറിക്കും. അല്ല, അമ്മയ്ക്ക് ഇത് അനുഭവം ഇല്ലല്ലോ. ഞാൻ വേറെ ബ്യൂട്ടി പാർലറിൽ ചെയ്തിട്ടുണ്ട്, ഒരു തവണ ചെയ്തിട്ടുള്ളൂ. പക്ഷെ നമുക്കറിയാലോ എന്തിട്ടാ സ്പാ ഇങ്ങനെയാന്ന്. പക്ഷെ ഇവിടെ വന്നപ്പോഴാണ് അത് കറക്റ്റ് ഇത് സംഭവം ഇതാന്ന് മനസ്സിലായി. എനിക്കറിയില്ല. ആ, ഇങ്ങനെ സ്പാ ക്രീം തേച്ചിട്ട് മസാജ് ചെയ്യും. അയ്യോ ശരിയല്ല, ഞാൻ മുകളിലേക്ക് ഇങ്ങനെ അല്ലേ? ഞാൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടാവും പറഞ്ഞില്ലേ? ആ സന്ധ്യറ്റേനെ വെച്ചിട്ടേനെ കൊണ്ടുവരാം.
ഇത് വെറുതെ പറയാല്ല കേട്ടാ അല്ലമ്മേ, ഇത് വെറുതെ പറയണതല്ല. സ്പാ പല സ്ഥലങ്ങളിലും ഇപ്പൊ നിവിൻ പോളി മറ്റേ സിനിമയില് പറയണ പോലെ ഒരുപാട് പെണ്ണുങ്ങളെ കണ്ടിട്ടുണ്ടെങ്കിലും അല്ലെ, ഇതുപോലൊരു അനുഭവം പുതിയതായിട്ടാന്ന് പറയില്ലേ, അതുപോലെ അമ്മ ആദ്യമായിട്ടാ. ഞാൻ മുമ്പ് ചെയ്തിട്ടും ഞാൻ ഇവിടെ വന്ന് ചെയ്തപ്പോ, ഞാൻ കൊടകര കുറെ സ്ഥലത്തൊക്കെ ചെയ്തിട്ടും ഇവിടെ വന്ന് ചെയ്തപ്പോ ഞാൻ പറഞ്ഞു നമ്മളിവിടെ ഇങ്ങനെയാണ്, ഈ മെത്തേഡാണ്. എല്ലാവരും ഇങ്ങനെ ആവണമെന്നില്ല. എല്ലാവരും ഇങ്ങനെ ആവണില്ല, നമ്മുടെ ഇവിടെ ഇങ്ങനെ. അല്ല, എല്ലാവരും വെച്ചാലേ വരുന്ന കസ്റ്റമേഴ്സിന് അറിയില്ല സ്പായിൽ എന്തെല്ലാം മസാജ് ഉണ്ടെന്ന്. അപ്പൊ അവര് അവരുടെ ഇതിനനുസരിച്ച് അങ്ങോട്ട് നിന്ന് ഉഴപ്പി ചെയ്ത് വിടുന്നവരും ഉണ്ടാവും. കസ്റ്റമേഴ്സ് അനുസരിച്ച് കസ്റ്റമേഴ്സ് അനുസരിച്ച് തിരക്കനുസരിച്ച്, അല്ലെങ്കിൽ വാല്യുവബിൾ കസ്റ്റമേഴ്സിന് വേറെ ട്രീറ്റ്മെന്റും അങ്ങനെ ഉണ്ടാവും. ഒരു മസാജ് അറിയാത്ത എന്നെ കൊണ്ട് പ്രശാന്തേട്ട തലയിലിട്ട് മസാജ് ചെയ്യിപ്പിക്കും. പങ്കജ് വല്യമേനയും ഗീതല്യമേനയും എല്ലാവരും ഇട്ടങ്ങോട്ട് ചെയ്യും. അല്ല, ഇഷ്ടത്തിന്റെ അല്ല, ഇതിന്റെ ഭയങ്കര റിലീഫ് കിട്ടും. നമുക്ക് ടെൻഷനോ വിഷമോ അതൊന്നും ഓർക്കില്ല ആ ടൈമിൽ. അതൊക്കെ അങ്ങനെ അടിപൊളിയാണ്. ഞാനും തുടക്കത്തിൽ വന്ന ദിവസം തന്നെ ഞാൻ പറഞ്ഞു, ഞാൻ അമ്മോട് പറഞ്ഞു, അമ്മ ഇങ്ങനെ വിചാരിച്ചില്ല. അമ്മ കേട്ടു, നല്ലതാണ്, നല്ലത്. പക്ഷെ പലരും ഇടണ പ്രഷറിന്റെ വ്യത്യാസങ്ങളുണ്ട്. ഫേഷ്യലും കൂടി ചെയ്യണ ഇത് വെറുതെ പറയുന്നതല്ല. അത് അമ്മ ആദ്യമായിട്ട് ചെയ്യണതാ. അമ്മക്ക് പറഞ്ഞിട്ടും മതിയാവണില്ല. അപ്പൊ ഇവിടെ പുതുക്കാട് അടുത്ത് പുറത്തുള്ളവര് വരിക, മസാജ്, ഹെയർ മസാജ്, അതുപോലെ ഫേസ് കൊടുക്കുക. അമ്മ ചിറ്റന്മാരോട് പറഞ്ഞോണ്ടിരിക്കട്ടാ മസാജിന്റെ ഗുണം. പങ്കജലിമയ്ക്കും ചെയ്യണം. അല്ല, നല്ല രസടി. ഞാനിത് നമ്മളിത് ചെയ്തിട്ടൊന്നുമില്ലല്ലോ. ആദിവാസി മസാജ് ചെയ്യാൻ പോയാണല്ലോ നമ്മള് ആദ്യമായിട്ട്. അല്ല, ശരിക്കും നല്ലതാ. നല്ലതാടി, എനിക്കിഷ്ടായി. തുടങ്ങാം. അപ്പൊ നമ്മുടെ പരിപാടി തീർന്നിട്ടുണ്ട്. ഇതിൽ എന്നെ ചീത്ത വിളിക്കണ ആൾക്കാരൊന്നും ഓർക്കുക. കുറച്ച് നാള് വലുതായി കഴിയുമ്പോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല എന്നുള്ള കമന്റ് ഡാൻസ് ഞാൻ പഴയപടി ആക്കിക്കോളാം. പക്ഷെ എനിക്ക് ഇഷ്ടായിട്ടാ. ഇഷ്ടപ്പെട്ടില്ലേ? എനിക്ക് ഇഷ്ടമായി. എനിക്ക് നല്ല ഇഷ്ടം. ഫ്രണ്ടിൽ നിന്നുള്ള നോക്കട്ടെ അവര്. ഇപ്പൊ വല്ലാണ്ട് എന്റെ മുഖം മെലിഞ്ഞ പോലെയൊക്കെ തോന്നുന്നുണ്ടാവും. അത് പക്ഷെ എനിക്ക് കുഴപ്പമില്ല. ഇനി ഇത് അങ്ങനെ ഒട്ടിയ ഫീലിംഗ് എനിക്ക് അത്ര തോന്നണില്ല. ഇപ്പൊ വീഡിയോയില് ചിലപ്പോ അങ്ങനെ തോന്നും, ചിലപ്പോ മുടി ഇങ്ങനെ നിന്നിരുന്നല്ലേ. പിന്നെ ഇനി വാഷ് ചെയ്യുന്നോറും കുറച്ച് മാറ്റം വരും. അപ്പൊ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഞാൻ ബാക്ക് സൈഡ് കാണിച്ചു തരാം. നിങ്ങൾ കമന്റ് ഇട്ട് എന്തായാലും ഇഷ്ടപ്പെട്ടില്ല എന്നായിരിക്കും മിക്കത് കമന്റ് ഇടാം. പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ടുല്ലോ, അപ്പൊ എനിക്ക് പ്രശ്നമില്ല. ഇനി എന്ത് കമന്റ് വന്നാലും എനിക്ക് കുഴപ്പമില്ല, ടെൻഷനില്ല. അപ്പൊ ബാക്ക് കാണിച്ചു കൊടുക്കാം. ഒന്ന് ബാക്ക് കാണിച്ചു കൊടുത്തിട്ട് ഞാൻ ബാക്ക് സൈഡ് കാണിച്ചു തരാം കേട്ടോ. ഇത് ശരിക്കും ഇതിന്റെ അടിയില് വെട്ടി ഷേപ്പ് ആക്കേണ്ടതാണ്. പക്ഷെ ഞാൻ ഷേപ്പ് ആക്കണ്ടെന്ന് പറഞ്ഞു. എനിക്ക് ഇത്ര നീട്ടം. എനിക്ക് പിന്നെ കറക്റ്റ് ഇങ്ങനെ സ്ട്രെയിറ്റ് വെട്ടി മുടി ഇഷ്ടമല്ല. ഇങ്ങനെ ഓർഡർലെസ് ആയിട്ട് നമ്മുടെ സായി പല്ലിയൊക്കെ വെട്ടാണ്ട് ഇങ്ങനെ ഇടില്ലേ, അങ്ങനത്തെ ഒരു ലുക്ക് എനിക്ക് ഇഷ്ടമാണ്. ഒരു ഓർഡറിലുള്ള മുടിയല്ല ഇഷ്ടം. ഞാൻ തന്നെ ഒരു ഓർഡർ ഇല്ലാത്ത ആളാണ്. അപ്പൊ എന്റെ മുടി ഓർഡർ ചെയ്യാൻ ഇറക്കട്ടെ. ഇതാണ് എന്റെ ലാസ്റ്റ് ലുക്ക്. എനിക്ക് ഇഷ്ടമായിട്ടാ. ഓക്കെ അല്ലേ? വിചാരിച്ചത്ര ഹാപ്പി കുഴപ്പമൊന്നുമില്ലല്ലോ. ഒരു കുഴപ്പമില്ല. പക്ഷെ നല്ലൊരു ലുക്ക് ഉണ്ട് ഇപ്പൊ. ഒരു ഇതന്നെ മാറി, ലുക്ക് തന്നെ മാറി. അതിന്റെ പിന്നെയുള്ള കാര്യം എന്ന് വെച്ചാൽ ഭയങ്കര ഈസി മാനേജബിൾ ആയി. തലേന്നൊരു ഭാരം ഇറങ്ങിപ്പോയ പോലെ. അമ്മയുടെ ഭാരം ഇറക്കി വിട്ടിട്ടുണ്ട്, എന്റെ ഭാരം ഇറക്കി വിട്ടിട്ടുണ്ട്. ബാക്ക് തിരിഞ്ഞേ. പെട്ടെന്നായിരുന്നല്ലോ, പെട്ടെന്ന് മുടി അങ്ങോട്ട് വലുതായി. ഇതും പെട്ടെന്ന് തീരുമാനം തന്നെയായിരുന്നു. അതെ, തലേദിവസം പറഞ്ഞിരുന്നു പോന്നില്ലേ, മാറ്റിയതേ ഉണ്ടോ. ഇവിടെ എത്തിയപ്പോൾ ഞാൻ മുറിച്ച് അമ്മ ചെയ്യണം.
പിന്നെ അമ്മയ്ക്കൊന്നും അറിയാത്ത കാരണം അമ്മ പറഞ്ഞു ചെയ്തു. പക്ഷെ അമ്മയും പറഞ്ഞു കുഴപ്പമൊന്നുമില്ല എന്ന് പകുതിക്ക് വെച്ചു. ഏറ്റവും നിങ്ങളെക്കാൾ ഏറ്റവും ഇത് വരാൻ പോണത്, എനിക്ക് നെഗറ്റീവ് വരാൻ പോകുന്നത് എന്റെ ഹസ്ബൻഡിന്റെതാ. ചേട്ടനോട് ഞാൻ പറഞ്ഞ ബൊട്ടോക്സ് ചെയ്യാൻ പോവാ, അത് എന്നിട്ട് അത് മുടിയിൽ ചെയ്യുന്ന ഒരു ട്രീറ്റ്മെന്റാ. അറിയില്ല. പിള്ളേരോട് പറയാനായിട്ടുണ്ടാവും, മക്കളെ വേണമെങ്കിൽ അങ്ങനെ നോക്കി കാണുന്നതായിരിക്കും വേറെ ലുക്കിലായിരിക്കും എന്നൊക്കെ പറഞ്ഞ നമ്മുടെ മുടിയൊക്കെ വേണമെങ്കിൽ കണ്ടോ എന്നൊക്കെ പറഞ്ഞു. കാര്യം വിചാരിച്ചിട്ടുണ്ടാവില്ല. സാധാരണ സ്പായൊക്കെ കഴിഞ്ഞ് വരുന്ന ഒരു തള്ളലായിരിക്കും വിചാരിച്ചിട്ടുണ്ടാവും. ചേട്ടൻ അറിയില്ല, ഇതിനെ കുറിച്ച് ഒന്നും അറിയില്ല. ചേട്ടന്റെ എക്സ്പ്രഷൻ എടുക്കുന്നുണ്ടോ വീഡിയോ? ചേട്ടന്റെ എക്സ്പ്രഷൻ എടുക്കാൻ പറ്റിയ എക്സ്പ്രഷൻ ആവില്ല. ചേട്ടന് നാടൻ ഇതാ ഇഷ്ടം. അപ്പൊ ഇഷ്ടപ്പെടില്ല, ചേട്ടൻ ഇഷ്ടപ്പെടില്ല. പ്രതീക്ഷിക്കണ്ട ചേട്ടന്റെ ലുക്ക് എനിക്കിഷ്ടായി. ഓക്കെ ഓക്കെ, അപ്പൊ ഞാൻ ഇറങ്ങാണ് കേട്ടാ. സർവീസ് അടിപൊളിയായിട്ടുണ്ട്, സന്തോഷം. അപ്പൊ ടാറ്റ, ബൈ, സീ യു. അങ്ങനെ നമ്മള് നമ്മുടെ വീട്ടിലെത്തിയിട്ടുണ്ട്. എന്താവും അവരുടെ എക്സ്പ്രഷൻ നോക്കട്ടെ. കാണിക്കാൻ പറ്റെന്താന്ന് വെച്ചാൽ വീഡിയോയിലിടാം, ഇല്ലെങ്കിൽ ഞാൻ ഇടില്ല കേട്ടാ. ജാനുവിടെ? ആ, ജാനുവിനെ അമ്മൂണ്ട്. എങ്ങനെയുണ്ട്? എങ്ങനെയുണ്ട് പറ. ആ, എങ്ങനെയുണ്ട്? ഇഷ്ടായില്ലേ? ശരിക്കും പറ, ബാക്കിൽ നോക്ക്, മുടി നോക്ക്. എങ്ങനെയുണ്ട്? നീ ഇട്ട വെച്ചില്ല എന്റെ മുടി? ഇഷ്ടായ? ശരിക്കും പറ, ഇഷ്ടായ? കളർ ചെയ്തല്ല അത്, ഇത് ചൂടാക്കുമ്പോ നമ്മുടെ ഹെന്നയുടെ കളർ ഉണ്ടായിരുന്നതേ, മുടിയിലുണ്ടായിരുന്ന കളർ അതൊന്നും വരണ്ട. അവിടത്തെ ലേറ്റിട്ടേ, അവിടത്തെ ചന്ദ്രേട്ടൻ ബൊട്ടോക്സ് ചെയ്തു മുടി. എങ്ങനെയുണ്ട്? ഞാൻ പറഞ്ഞ പോലെ തന്നെ പ്രശാന്തേട്ടന് ഇഷ്ടമായിട്ടില്ല, നംശുവിന് ഇഷ്ടമായിട്ടാ. ജാനു പിന്നെ അമ്മയുടെ കൂടെ പോയിക്കാം. എന്തായാലും എനിക്ക് നല്ല ഇഷ്ടമായി, എനിക്ക് നല്ല ഇഷ്ടമായിട്ടാ, എനിക്കിഷ്ടമായി. ബാക്കിലേക്ക് നോക്ക്, നല്ല എന്താ നല്ലോണം നീട്ടുള്ള പോലെ ഇവിടെ വരാൻ മുടി, എനിക്കിഷ്ടമായി. ഇനി വാഷ് ചെയ്യും തോറും ഒന്നും കൂടി സെറ്റപ്പ് ആവും. കണ്ട ഗ്ലേസിങ്, തിളക്കം കണ്ട മുടി. ചെവിയുടെ മുകളിൽ മുടി ഇടാത്തത് കൊണ്ട് ചെവിയുടെ മുകളിലേക്ക് മുടി കിടക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ടുണ്ട്. പക്ഷെ ചെവി ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ അവിടെ ആ മുടി വളഞ്ഞിരിക്കും, അതാണ് ഒരു പ്രശ്നം. എങ്ങനെയുണ്ട്? നിങ്ങളുടെ അഭിപ്രായം പറ. ഇത് വല്ലാണ്ട് ഒട്ടിയ പോലെ ഇപ്പം ഫീൽ ചെയ്യും. ഇനി 2-3 കുളിയൊക്കെ കഴിയുമ്പോഴേക്കും അത് സെറ്റാവും. ഇനി നാളത്തേക്ക് കുളിക്കാൻ പാടില്ല, ആഫ്റ്റർ കെയർ ഒക്കെ ഉണ്ട്. നാളത്തേക്ക് കുളിക്കരുത്, മറ്റന്നാൾ കുളിക്കാം. അപ്പോൾ കുളി കഴിഞ്ഞിട്ട്, അതായത് തല ഇനി വാഷ് ചെയ്ത് കഴിഞ്ഞിട്ട്, ഇതാണപ്പോൾ എൻ്റെ ബൊട്ടോക്സ് ചെയ്ത ലുക്ക്. നിങ്ങൾക്ക് ഇഷ്ടമാവാൻ ചാൻസ് കുറവാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും എനിക്ക് ഇഷ്ടമായിട്ടുണ്ട്, എനിക്ക് നല്ല ഇഷ്ടമായി. ഇതിപ്പോ ബൊട്ടോക്സ് ചെയ്തിട്ട് കുറച്ച് നാൾ കഴിഞ്ഞിട്ടുള്ള വീഡിയോ ആണ്. കറക്റ്റ് ആയിട്ട് പറഞ്ഞാൽ ഞാൻ ബൊട്ടോക്സ് ചെയ്തത് ജൂൺ 5-ാം തീയതി ആണ്, പരിസ്ഥിതി ദിനത്തിന്റെ അന്നാണ്. അങ്ങനെയാണ് എൻ്റെ ഓർമ്മ. അപ്പൊ ഇന്നിപ്പോ ജൂലൈ 20 അതായത് ഒരു മാസമൊക്കെ കഴിഞ്ഞു, 1-1.5 മാസമായി. അപ്പൊ എനിക്ക് ഫീൽ ചെയ്ത കാര്യം ഞാൻ പറയാൻ വേണ്ടി, നമ്മൾ ബൊട്ടോക്സ് ചെയ്ത അന്നത്തെ വിശേഷങ്ങൾ മാത്രമല്ല ഇത്ര നേരം കണ്ടിരുന്നത്. അപ്പൊ ഇത്ര നാൾ കഴിഞ്ഞിട്ട് എൻ്റെ എക്സ്പീരിയൻസ് എന്താണെന്നും കൂടി പറയണല്ലോ, അതിനാണ് ഈ വീഡിയോ ഞാൻ ഇത്രയും വേഗിച്ചത്. അതായത് ബൊട്ടോക്സ് ചെയ്യുമ്പോൾ തന്നെ കുറച്ച് നാളത്തേക്ക് ഹെയർ ഫോളും കാര്യങ്ങളും ഒന്നും ഉണ്ടാവില്ല എന്ന് എല്ലാവരും പറയുന്നുണ്ട്. അപ്പൊ അത് ചെയ്ത് കഴിഞ്ഞ് കുറച്ച് നാൾ കഴിയുമ്പോൾ എന്താണ് അവസ്ഥ എന്നറിയണ്ടേ. പിന്നെ ഇപ്പൊ എൻ്റെ ഇത്ര ഹൈറ്റിൽ കണ്ടോ, ഇത്ര ഹൈറ്റില് എൻ്റെ മുടി വലുതായിട്ടുണ്ട്. അപ്പൊ ദേ ഇവിടെ നോക്കി ഇങ്ങനെ ബൗൺസിങ് ആയിട്ട് നിൽക്കണുണ്ടോ. പിന്നെ മൊത്തത്തിൽ മുടി അന്നത്തെക്കാളും അന്ന് ഒട്ടിയാണ് കിടന്നിരുന്നത്. ഇന്ന് കുറച്ചും കൂടെ ഇതായിട്ടുണ്ട്, കണ്ടോ, നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും കണ്ടു കഴിഞ്ഞാൽ. ഇപ്പൊ കുറച്ചും കൂടെ മുടി ഡിഫറെന്റ് ആയിട്ടുണ്ട്. ഞാൻ ബാക്ക് സൈഡും കാണിക്കാം. പിന്നെ ഞാൻ ആദ്യം തന്നെ എൻ്റെ എക്സ്പീരിയൻസ് പറയട്ടെ. ഞാൻ എൻ്റെ മുടി ബൊട്ടോക്സ് ചെയ്തത് മോനിക്ക നടത്തുന്ന പുതുക്കാടുള്ള നയന ബ്രൈഡൽ ഹബിലാണ്. അവിടുത്തെ എക്സ്പീരിയൻസ് എനിക്ക് ഓക്കെ ആണ്. എല്ലാവരും ബൊട്ടോക്സ് ചെയ്യുന്നത് നന്നാവും എന്ന് എനിക്ക് തോന്നുന്നു, അറിയില്ല.
പക്ഷെ ഞാൻ ചെയ്ത എൻ്റെ എക്സ്പീരിയൻസാ പറയണേ കേട്ടാ. കുറേ എനിക്ക് എൻ്റെ അടുത്ത ആൾക്കാർ ബൊട്ടോക്സ് ചെയ്തിട്ട് എന്നോട് ചെയ്യല്ലേ ഹരിതേ എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നാലും എനിക്കൊരു റിസ്ക് എടുത്ത് ഞാൻ ചെയ്തതാ. പക്ഷെ അതിലെനിക്ക് വിഷമമില്ല. എന്താന്ന് വെച്ചാൽ എനിക്കിപ്പോൾ എൻ്റെ ലുക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതായത് നമ്മളൊരു സ്ഥലത്തേക്കൊക്കെ പോകുമ്പോഴേ പെട്ടെന്ന് നമുക്ക് റെഡി ആയി പോവാം. ഫ്രീ ഹെയർ ഇട്ടാലും രസമാണ്. പിന്നെ ഒന്നാമത് എൻ്റെ മുടിയുടെ ലെങ്ത് ഇപ്പം ഇത്രയുണ്ട് കണ്ടോ, കാണാൻ പറ്റണെന്ന് വിചാരിക്കണോ, ഇത്ര ലെങ്ത് ഉണ്ട് എൻ്റെ മുടിക്ക്. എനിക്ക് എന്തോരം ലെങ്ത് വെച്ചാൽ എൻ്റെ മുടി ഇത്രയായിട്ടാ നിൽക്കുള്ളൂ. അങ്ങനെ കയറി പോകുന്ന ഒരു കേളി ഹെയർ ആയിരുന്നു. അപ്പൊ എനിക്ക് മുടിയുടെ ലെങ്ത് ഉണ്ടാവണം. പക്ഷെ ഞാൻ എപ്പം എൻ്റെ മുടി നന്നായി ലെങ്ത് വെക്കണ മുടിയാണ്. പക്ഷെ ഞാൻ പെട്ടെന്ന് വെട്ടു. എന്താന്ന് വെച്ചാൽ എനിക്കിത് എന്താ പറയാ, ഹാൻഡിൽ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഇരുമ്പ ചാടിയും വെള്ളോടത്തൊക്കെ പോകണമെങ്കിൽ വേഗം റെഡി ആയി പോകാൻ അതൊക്കെ പറ്റാണ്ട്. പക്ഷെ ലോങ് ഹെയർ എനിക്ക് ഇഷ്ടമാണ്. ഈ ഒരു ബുദ്ധിമുട്ടോട് ഞാൻ വളർത്തില്ല. എപ്പോഴും ഇത്ര വെച്ച് അങ്ങോട്ട് വെട്ടും. ഇത്തിരി വലുതായി അപ്പൊ വെട്ടും പോയിട്ട് അങ്ങനെയായിരുന്നു. പക്ഷെ എനിക്ക് കാണാൻ ഇഷ്ടം, എല്ലാവരും മുടിയും ലോങ് ഹെയർ ആയിട്ട് കാണാൻ ഇഷ്ടം അങ്ങനെയായിരുന്നു. അപ്പൊ എന്റെ മുടി ലോങ് ഹെയർ ആയിട്ട് കാണാൻ പറ്റുന്നു ഞാൻ ജീവിതത്തിൽ വിചാരിച്ചില്ല. ജീവിതത്തിൽ എന്ന് വെച്ചാൽ ഞാൻ പ്രസവം കഴിഞ്ഞ സമയത്തൊക്കെ എനിക്ക് നന്നായിട്ട് ഇത്രയും കേളി ഹെയർ ഉണ്ടായിരുന്നു. ഇപ്പൊ ബൊട്ടോക്സ് ചെയ്തുകൊണ്ട് മാത്രമാണ് ഇപ്പൊ വെട്ടാണ്ട് ഇത്രയായിട്ട് നിൽക്കണേ. പിന്നെ എല്ലാവരും ബൊട്ടോക്സ് ചെയ്യാൻ പോകുമ്പോഴേ മുടിയുടെ ലെങ്ത് ഒന്ന് ഷോർട്ട് ചെയ്യും, അതായത് കറക്റ്റ് ലെവലിൽ കിടക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ എനിക്ക് തോന്നുന്നു, എൻ്റെ ഒരു ഇഷ്ടമാണ്, അതെല്ലാവരും അങ്ങനെയാണെന്നില്ല. എനിക്ക് തോന്നുന്നു മുടി ഇങ്ങനെ ഇന്നോർഡർ ആയിട്ട് കിടക്കുന്നത് തന്നെയാണ് അതിൻ്റെതായ ഒരു നാച്ചുറൽ ഭംഗിയിട്ടാ. ഇങ്ങനെ കറക്റ്റ് കട്ട് ചെയ്യുമ്പോൾ ഭയങ്കര സിസ്റ്റമാറ്റിക് ആയിട്ട് നിൽക്കും. ഇതിപ്പോ ഞാൻ തുമ്പ് വെട്ടിയിട്ടേ ഇല്ല, ബൊട്ടോക്സ് ചെയ്തിട്ടും വെട്ടിയില്ല. അവർ പറഞ്ഞിരുന്നു വെട്ടി കഴിഞ്ഞാൽ കറക്റ്റ് ആയിട്ട് കിടക്കുന്നൊക്കെ. പക്ഷെ എനിക്കിങ്ങനെ ഇന്നോർഡർ ആയിട്ട് കിടക്കുന്നത് ഇഷ്ടം. എൻ്റെ യു കട്ടാണ് ഓൾറെഡി ഞാൻ മുമ്പ് ചെയ്തിരുന്നത്. ഞാൻ ഇങ്ങനെ മുടി ഇങ്ങനെ പിടിച്ചിട്ടൊക്കെ ഒരു കട്ടിങ് ചെയ്തത്, എൻ്റെ തന്നെ കട്ടിങ് ആണ്. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ യു പോലെയാണ് കിടക്കുന്ന. ബാക്ക് സൈഡ് ഞാൻ കാണിച്ചു തരാം. പിന്നെ എൻ്റെ എക്സ്പീരിയൻസ് പറഞ്ഞില്ല അല്ലെ, എനിക്ക് അവിടെ ചെയ്തതുകൊണ്ടായിരിക്കാം എനിക്ക് ഹെയർ ഫോൾ ഒക്കെ സാധാരണ എനിക്ക് ഉണ്ടായിരുന്നതിനേക്കാൾ ഇത്തിരി കുറഞ്ഞിട്ടുണ്ടെങ്കിലേ ഉള്ളൂ. കൂടുതൽ ഹെയർ ഫോൾ ഒന്നുമില്ല. വേറെ തലയിൽ വേറെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ, താരൻ, അങ്ങനത്തെ പ്രശ്നങ്ങൾ, താരൻ എനിക്ക് ചെറുതായിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാൻ വീണ്ടും പോയി ഒരു ഹെയർ സ്പാ ഒക്കെ എടുത്തു, അപ്പൊ കുറഞ്ഞു. പിന്നെ ഞാൻ എന്ത് ചെയ്യുമെന്നറിയോ, താരനുള്ള ആൾക്കാർക്ക് ഞാൻ പറയാം, ഇവര് തന്ന ഷാമ്പും കണ്ടീഷണറും മാസ്കും ഞാൻ യൂസ് ചെയ്യുന്നുണ്ട് കേട്ടാ. വെളിച്ചെണ്ണ യൂസ് ചെയ്യൽ കുറവാണ്. അല്ലെങ്കിൽ ഞാൻ വെളിച്ചെണ്ണ ആഴ്ചയിൽ ഒരിക്കലൊക്കെ യൂസ് ചെയ്യാറുള്ളൂ. പിന്നെ വാഷിങ് എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാനിപ്പോ മഴക്കാലം ആയതുകൊണ്ട് മാത്രം 1.5 അല്ലെങ്കിൽ 2 ദിവസം കൂടുമ്പോഴൊക്കെ ഹെയർ വാഷ് ചെയ്യണുള്ളൂ. അതായത് ഒരു ആഴ്ചയിൽ 4 ദിവസം ഞാൻ ഹെയർ വാഷ്, അല്ലെങ്കിൽ 3 ദിവസമെങ്കിലും ഹെയർ വാഷ് ചെയ്യും, അങ്ങനെയാണ്. പിന്നെ അത് നമ്മൾ ഷാമ്പു കണ്ടീഷണർ യൂസ് ചെയ്യും. കണ്ടീഷണർ മസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യാറുണ്ട് കേട്ടാ. ഹെയർ മാസ്ക് 2 ആഴ്ച കൂടുമ്പോഴൊക്കെ യൂസ് ചെയ്യാറുണ്ട്. പിന്നെ മാസത്തിൽ ഒരിക്കൽ പോയി സ്പാ ചെയ്യുന്നത് നല്ലതാണ്. പിന്നെ എനിക്ക് ഹെയർ ഫോൾ ഇല്ല, അത് ഞാൻ ശ്രദ്ധിക്കണോണ്ടായിരിക്കാം. ഞാൻ എപ്പോഴും കോമ്പ് ചെയ്ത് മുടി സെറ്റാക്കിയിട്ടൊക്കെ കിടന്നുറങ്ങാറുള്ളൂ. രാവിലെ ആണെങ്കിലും കുളി കഴിഞ്ഞിട്ടൊക്കെ കോമ്പ് ചെയ്തിട്ട് ആണ് ഉണക്കാറൊക്കെ ഉള്ളത്. അപ്പൊ അതുപോലെ ആ സ്ട്രെയിറ്റ് ലുക്ക് എനിക്ക് അങ്ങനെ തന്നെ കിട്ടുന്നുണ്ട്. പിന്നെ ഇപ്പൊ ഞാൻ മുടി കെട്ടി വെക്കാറൊക്കെ ഉണ്ട് കേട്ടാ. നമ്മള് ബണ്ണ് ഉപയോഗിച്ചിട്ട് ഇങ്ങനെ മുകളിൽ കെട്ടി വെക്കാറുണ്ട്. വെല്ലോടെയൊക്കെ പോകുമ്പോഴോ അല്ലെങ്കിൽ എപ്പോഴെങ്കിലുമൊക്കെ ഈ സ്ക്രഞ്ചസ് ഇടാറുണ്ട്. പക്ഷെ എനിക്ക് അങ്ങനെ ഇതുവരെ ഡാമേജ് ഒന്നും അങ്ങനെ തോന്നിയിട്ടില്ല. ഓൾറെഡി എന്റെ മുടി ഭയങ്കര ഡാമേജ്ഡ് ആയിട്ടുള്ള മുടിയായിരുന്നു. പക്ഷെ ഇത് ചെയ്തപ്പോൾ എനിക്ക് നന്നായി എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ ബൊട്ടോക്സ് ചെയ്യാനിരിക്കുന്ന ആൾക്കാരോട് എനിക്ക് പറയാനുള്ളതേ, ബൊട്ടോക്സ് എല്ലാവരും ചെയ്താൽ അത് നന്നാവണം എന്നില്ല. നമുക്ക് അത്രയും ട്രസ്റ്റഡ് ആയിട്ടുള്ള ആൾക്കാരുടെ അടുത്ത് പോയി ചെയ്യാം. അവര് നല്ല പ്രൊഡക്റ്റേ ഉപയോഗിക്കുള്ളൂ, നമുക്ക് ദോഷം വരുന്ന ഒന്നും ചെയ്യില്ല എന്ന് ഉറപ്പുള്ള അറിയുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവിടെ പോയി കഴിഞ്ഞാൽ നിങ്ങളെ നല്ല രീതിയിൽ ചെയ്യും. അതായത് കുറെയൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന പ്രൊഡക്റ്റിന്റെ വ്യത്യാസങ്ങളുണ്ട്, ഉപയോഗിക്കുന്ന രീതികളുടെ വ്യത്യാസങ്ങളുണ്ട്. ഇതിപ്പോ ഞാൻ പോയത് മോനിക്കയുടെ നയന ബ്രൈഡൽ ഹബിലായതുകൊണ്ട് അവളെ എനിക്ക് ഓൾറെഡി അറിയാം, ഞങ്ങൾ ഫ്രണ്ട്സ് ആണ്. പിന്നെ അവിടുത്തെ സർവീസ് എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടാണ് ഞാൻ അവിടെ പോയിക്കൊണ്ടിരിക്കുന്നത്. എനിക്ക് ബ്യൂട്ടി പാർലറിൽ എപ്പോഴും പോകാൻ താല്പര്യമില്ലാത്ത ഒരാളായിരുന്നു. പിന്നെ സ്പായും ഫേഷ്യലൊക്കെ ഇടയ്ക്ക് എന്തെങ്കിലും ഫംഗ്ഷനും കാര്യങ്ങളൊക്കെ വരുമ്പോൾ എടുക്കാൻ തന്നെ പോയാൽ ഞാൻ അവിടെ പോകാറുള്ളൂ. അതുകൊണ്ട് എനിക്ക് അവളായിട്ടൊരു കണക്ഷൻ ഉണ്ട്. എനിക്ക് അല്ലെങ്കിലും അവിടെ നല്ല സർവീസാന്ന് എല്ലാവരും പറഞ്ഞും കേട്ടിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് എനിക്ക് അവിടെ ചെയ്ത കാരണം കൊണ്ട് വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല. എന്നോട് ചെയ്യണ്ടെന്ന് കുറെ പേര് പറഞ്ഞിട്ടാണല്ലോ ഞാൻ ചെയ്തേ. അവളുടെ അടുത്തുള്ള ഒരു ധൈര്യത്തോണ്ടാണ്, അവളായിട്ടുള്ള ഒരു വിശ്വാസം കൊണ്ടാണ് ചെയ്തത്. പക്ഷെ ആ വിശ്വാസം പോയിട്ടില്ല. എനിക്ക് ഇതുവരെ എൻ്റെ ഹെയറിൽ വേറെ പ്രശ്നങ്ങളൊന്നും വന്നിട്ടില്ല. ഹെയർ നല്ല ലെങ്ത്, എനിക്ക് ഭയങ്കര ലെങ്തി ഹെയർ ആയി. പിന്നെ എനിക്ക് സ്റ്റൈൽ ഇഷ്ടമായി. ചിലർക്ക് എൻ്റെ സ്ട്രെയിറ്റ് ലുക്ക് ഇഷ്ടമല്ല, കേളി ഹെയർ ആണ് ഇഷ്ടമൊക്കെ എനിക്കറിയാം. പക്ഷെ എനിക്ക് എൻ്റെ ഈ സ്ട്രെയിറ്റ് ലുക്കാണ് ഇഷ്ടമായത്. മുമ്പത്തെ മോശം എന്നല്ല, മുമ്പത്തെ കേളിയും അത് അതിൻ്റെതായ ഒരു ഭംഗിയുണ്ട്. ഇപ്പോഴത്തേന്ന് വെച്ചാൽ എനിക്ക് ഭയങ്കര യൂസ് ചെയ്യാൻ എനിക്ക് ഭയങ്കര ഈസിയായി.
എനിക്ക് ഹെയർ വല്ലയിടത്തേക്ക് പോകുമ്പോൾ നല്ല നമുക്ക് വെസ്റ്റേൺ വെയർ ഒക്കെ ഇടുമ്പോൾ ഇത് അടിപൊളി. സാരിയുടെ ഒപ്പം കുഴപ്പമുണ്ടായിട്ടല്ല, പക്ഷെ നമ്മൾ ജീൻസും ടോപ്പൊക്കെ ഇടുമ്പോൾ മുടി എങ്ങനെ ഹെയർ സ്റ്റൈൽ ചെയ്യും എന്നുള്ളത് വലിയൊരു ടെൻഷനായിരുന്നു. അതെനിക്ക് മാറിക്കിട്ടി. പിന്നെ സ്മൂത്ത് ഏൺ ചെയ്യുന്നതും സ്ട്രെയിറ്റ് ചെയ്യുന്നതും ഒക്കെ ഏതാണെങ്കിലും നല്ലൊരു ബ്യൂട്ടി പാർലറിൽ നല്ല പ്രൊഡക്റ്റുകൾ യൂസ് ചെയ്തിട്ട്, അതൊക്കെ നിങ്ങൾ ചോദിക്കുക ഏത് പ്രൊഡക്റ്റ് യൂസ് ചെയ്തിട്ടാണ് ചെയ്യണേ, അങ്ങനെ ഇങ്ങനെയൊക്കെ ചോദിച്ചിട്ട് ചെയ്യാം. എൻ്റെ എന്തായാലും എനിക്ക് സക്സസ് ആണ്, എനിക്ക് ഓക്കെയാണ്. ഇനി ഞാൻ എൻ്റെ ബാക്ക് സൈഡ് കാണിച്ചു തരാട്ടാ. ഇപ്പൊ മുടി ഞാൻ ഈരിയിട്ടൊന്നുമില്ല. ഈരിയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഇത്തിരി കൂടി ഭംഗിയായിട്ടൊക്കെ കിടക്കും. ഈരിയിട്ടൊന്നുമില്ല. ഈരാതെ കിടക്കുന്നതിന്റെ ബുദ്ധിമുട്ടുകൾ എന്തെങ്കിലും ഉണ്ടോന്ന് അറിയില്ല. ഇങ്ങനെയാണ് അപ്പൊ എൻ്റെ ലുക്ക്. എനിക്ക് എന്തോ എനിക്ക് പേഴ്സണലി ഞാൻ ഭയങ്കര ഹാപ്പിയാണ് ഇത് ചെയ്തിട്ട്. എന്താ പറയാ, പ്രശാന്ത് ഏട്ടന്റെ റിയാക്ഷൻ അതിലില്ലാത്ത പ്രശാന്ത് ഏട്ടൻ ഒന്നും മിണ്ടിയില്ല. എനിക്ക് മറ്റേതായിരുന്നു ഇഷ്ടം എന്നുള്ള രീതിയിൽ ഇരുന്നു, ഒന്നും മിണ്ടിയില്ല. അതുകൊണ്ട് റിയാക്ഷൻ അതിലില്ല. പക്ഷേ പ്രശാന്ത് ഏട്ടന് വന്ന് ഇഷ്ടമായി. നല്ല ലെങ്ത് വെച്ചോലോടി, മുടി നീട്ടണ്ടല്ലോടി എന്നൊക്കെ പറയാറുണ്ട് കേട്ടാ. തുടക്കത്തിൽ വലിയ ഇഷ്ടമുണ്ടായില്ല. പക്ഷെ എൻ്റെ ഒരു കാര്യം പറയുകയാണെങ്കിൽ എനിക്ക് തന്നെ അത് ഇഷ്ടമാകുമോ എന്നുള്ള ടെൻഷനേ ഉണ്ടായിരുന്നുള്ളൂ. വേറൊരാൾ എന്നെ എന്ത് പറയുന്നുള്ള ടെൻഷൻ പണ്ടേ ഇല്ല എനിക്ക് എൻ്റെ മനസ്സുകൊണ്ട് ഓക്കെ ആണെങ്കിൽ എനിക്ക് ഓക്കെയാണ്. ബാക്കി ആരെന്ത് പറഞ്ഞാലും എനിക്ക് വിഷയമല്ല. അതിപ്പോ നമ്മളെ പൊക്കി പറഞ്ഞാലും താഴ്ത്തി പറഞ്ഞാലും നമ്മൾ എന്താന്നുള്ളത് നമുക്കറിയാം. അത് മാത്രമേ നമ്മൾ സ്വീകരിക്കുകയുള്ളൂ, നമ്മുടെ ഉള്ളിലേക്ക് എടുക്കുള്ളൂ. അതുകൊണ്ട് നമുക്ക് അങ്ങനെ വേറെ ആരെന്ത് പറഞ്ഞാലും എഫക്റ്റ് ചെയ്യില്ല. പിന്നെ നമ്മളെ സ്നേഹിക്കുന്നവരാണ് പറയുന്നത്, അതുകൊണ്ട് തന്നെ നമ്മളത് വിലക്കെടുക്കുന്നു, അത്രേ ഉള്ളൂ. അപ്പോൾ എനിക്ക് പേഴ്സണലി എൻ്റെ ഈ ഒരു ലുക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഞാൻ ഇതന്നെ ഇനി മെയിൻറ്റെയിൻ ചെയ്യണം എന്നാണ് ആഗ്രഹിക്കണേ. അപ്പൊ നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ട് ഫസ്റ്റത്തെ അതിൽ അതായത് നമ്മൾ ചെയ്ത ഉടനെ ഇത് ഭയങ്കര പിടിച്ചിരിക്കണ്ടായിരുന്നത് അല്ലെ. പക്ഷെ ഇതിപ്പോ ചെയ്തിട്ട് ഇത്ര നാളായി, അപ്പൊ നല്ല രസമായിട്ടാ കിടക്കണേ. ഇപ്പോഴത്തെ ആ മുടിയുടെ നാച്ചുറൽ ലുക്ക് പോലെ കിടക്കുന്നത്, അതെനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടാ. ഇത് ചെയ്ത് കഴിഞ്ഞ് കുറച്ച് വാഷുകൾ കഴിയും തോറാണ് ഇതിന്റെ ഭംഗി വരിക. എന്തായാലും ഐ ആം സാറ്റിസ്ഫൈഡ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പൊ നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ പറയാം. പിന്നെ എന്തെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിച്ചോ. പിന്നെ ഞാൻ ഉണ്ടല്ലോ Q&A ഇട്ടിട്ടുണ്ട്. Q&A ഒരു പോസ്റ്റ് ആയിട്ട് ഇട്ടിട്ടുണ്ട്. എന്താ നിങ്ങൾക്ക് ചോദിക്കാനുള്ള ചോദിച്ചോളാൻ പറഞ്ഞിട്ട്. അപ്പൊ അതിൽ Q&Aയിൽ വന്നിട്ട് ഇതിന്റെ ഡൗട്ട്സ് എന്തെങ്കിലും ചോദിച്ചോളൂ. ഞാൻ Q&Aയുടെ മറുപടി ആയിട്ട് ഒരു വീഡിയോ ചെയ്യാട്ടാ. അപ്പോ ഇന്നത്തെ വിശേഷങ്ങൾ, അതായത് ഈ ഒരു ജേണി, എൻ്റെ ഹെയറിന്റെ ട്രീറ്റ്മെന്റിന്റെ ജേണിയുടെ വിശേഷങ്ങൾ ഇത്രയ്ക്കൊക്കെയാണ്. അപ്പോൾ നിങ്ങൾക്ക് കണ്ടിട്ട് എന്താ തോന്നുന്നത്? പക്ഷെ ഈ വീഡിയോയിൽ കാണുന്ന പോലെയല്ല കേട്ടാ. നേരിട്ട് കാണാനാ ഭംഗിന്ന് കുറേ ആൾക്കാർ പറഞ്ഞു. വീഡിയോയിൽ കാണുന്നേക്കാളും നേരിട്ട് കാണാനാ ഭംഗിന്ന് കുറേ പേര് പറഞ്ഞു. അപ്പൊ ഇതാണ് ഇപ്പൊ നമ്മുടെ മുടിയുടെ ഒരു ഇത് കണ്ടോ. ഇപ്പൊ ഇങ്ങനെയാണ് നമ്മുടെ മുടിയുടെ ഒരു ഇത് വന്നേക്കണേ. പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഐ ആം ഹാപ്പി. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിലും ഇല്ലെങ്കിലും എന്തായാലും നിങ്ങൾ കമന്റിൽ രേഖപ്പെടുത്തണം. തീർച്ചയായിട്ടും നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടായിരിക്കണം. പിന്നെ ഒരു കാര്യം കൂടി എനിക്ക് പറയാണ്ട്, നമ്മുടെ യൂട്യൂബ് ചാനല് 90K ആയി അല്ലേ. ഞാൻ നിങ്ങൾ ശ്രദ്ധിച്ചോന്ന് എനിക്കറിയില്ല. ഇൻസ്റ്റയിലൊക്കെ ഉള്ളവർക്ക് അറിയാമായിരിക്കും. ഞാൻ സ്റ്റാറ്റസ് ഇട്ടിട്ടുണ്ടായിരുന്നു, വാട്സപ്പിൽ ഇട്ടിട്ടുണ്ടായി, ഇൻസ്റ്റയിൽ സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മുടെ യൂട്യൂബ് ചാനലിൽ 90,000 സബ്സ്ക്രൈബേഴ്സായി. ഒരു 10,000 കൂടി ആയി കഴിഞ്ഞാൽ എനിക്ക് പ്ലേ ബട്ടൺ കിട്ടും. ആ പ്ലേ ബട്ടൺ എന്ന് പറഞ്ഞ സംഭവം അതെനിക്ക് ഭയങ്കര വിലപ്പെട്ടതാണ്. അത് എത്രയും പെട്ടെന്ന് കിട്ടട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. എത്രയും പെട്ടെന്നല്ലെങ്കിലും അതിന്റെ സമയത്ത് കയ്യിലേക്ക് എത്തട്ടെ. അപ്പൊ ഇത്രയും 90K വരെ എത്താൻ തന്നെ ഞാനൊരു 2-3 വർഷം കഴിഞ്ഞിട്ട് വിചാരിച്ച കാര്യങ്ങളാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കണേ. അപ്പൊ അതിൽ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. ഇനിയിപ്പൊ എന്നായാലും പ്ലേ ബട്ടൺ കിട്ടട്ടെ, എത്ര സമയം എടുത്തിട്ടായാലും കിട്ടട്ടെ, കുഴപ്പമില്ല. പക്ഷെ ഈ 90K വരെ എന്നെ എത്തിച്ചില്ലേ, അതിന് ഞാൻ നിങ്ങളോട് എല്ലാവരോടും ഒരുപാട് നന്ദി പറയാണ് കേട്ടാ. എന്നോടും ദൈവത്തിനോടും നിങ്ങളോടും എല്ലാവരോടും ഞാൻ നന്ദി പറയാണ്, ഒരുപാട് സ്നേഹം അറിയിക്കുകയാണ്. അപ്പോൾ ബൊട്ടോക്സ് ചെയ്യാനിരിക്കുന്ന കുട്ടികളെ നിങ്ങൾ നല്ലൊരു സ്ഥലം കണ്ടുപിടിച്ച്, നിങ്ങൾക്ക് അത്രയും വിശ്വാസമുള്ള സ്ഥലം ഉണ്ടെങ്കിൽ ധൈര്യമായിട്ട് പോയി ചെയ്തോട്ടെ. എനിക്കൊരു പ്രോബ്ലം വന്നിട്ടില്ല ഇതുവരെ. ഇനി അങ്ങോട്ട് വന്നാൽ ഞാൻ എന്തായാലും വീഡിയോയിൽ പറയാം. പിന്നെ ചെയ്യാൻ നാച്ചുറൽ ഹെയർ ആണ് ഇഷ്ടം എന്നുള്ളൊരു കാര്യം ചെയ്യുക. നിങ്ങൾക്ക് എവിടേക്കെങ്കിലും പോകുമ്പോൾ ഒന്ന് സെറ്റ് ചെയ്തിട്ടിട്ട് പോയാലും മതി. സ്ട്രെയിറ്റ്നറും എല്ലാം ഇപ്പോൾ അവൈലബിൾ ആണല്ലോ, അതൊക്കെ വാങ്ങിച്ച് സ്ട്രെയിറ്റ് ചെയ്തിട്ടിട്ട് പോവാം, അത്രേ ഉള്ളൂ. പിന്നെ സ്മൂത്തണിങ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിലും ഇതുപോലെ വിശ്വാസമുള്ള സ്ഥലത്ത് പോയി ചെയ്യാം. അപ്പൊ ഇത്രയ്ക്കൊക്കെ ഉള്ളൂ എനിക്ക് പറയാനായിട്ട്. പിന്നെ ഒരു ട്രിപ്പൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ട്, അത് വഴിയേ ഞാൻ പറയാം. ഞാനതങ്ങനെ ആരോടും പറഞ്ഞിട്ടില്ല. അപ്പം നമുക്ക് അടുത്തടുത്ത വീഡിയോകളിലായിട്ട് കാണാം. പിന്നെ നമ്മുടെ കുറച്ച് വീഡിയോസൊക്കെ മില്യൺ അടിച്ചു, എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. അപ്പൊ നിങ്ങളുടെ സ്നേഹം എന്നിലേക്ക് നന്നായിട്ട് എത്തുന്നുണ്ട്, ഞാനത് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പൊ എൻ്റെ സ്നേഹവും നിങ്ങളിലേക്ക് എത്തിക്കുകയാണ്. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയ്ക്കൊക്കെ ഉള്ളൂ. എനിക്ക് ഒരുപാട് പറയാനുണ്ട്, ലെങ്ത് കൂടിക്കൊണ്ടിരിക്കുകയാണ്, അതുകൊണ്ടാണ്. അപ്പൊ എനിക്ക് ലൈവ് വരാൻ പറ്റണില്ല.
അപ്പൊ ഇങ്ങനെയുള്ള വീഡിയോസ് ഒക്കെ ആയിട്ട് വരാം. എന്തെങ്കിലും സബ്ജക്റ്റ് ഒക്കെ നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ Q&A ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഒരു വീഡിയോ ആയിട്ടൊക്കെ ചെയ്യാം ഞാൻ. അപ്പൊ എല്ലാവരും ഹാപ്പി ആയിട്ട് ഇരിക്കുക, അവനവന്റെ മനസ്സിന് സന്തോഷം തരുന്ന കാര്യങ്ങൾ ചെയ്യാം. വേറൊരാൾ എന്ത് പറഞ്ഞാലും നിങ്ങളുടെ മനസ്സിന് ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങൾ നിങ്ങൾ അങ്ങോട്ട് ചെയ്യുക. നിങ്ങൾ വിജയിക്കൂട്ടാ, നിങ്ങൾ നല്ല നിലയിലെത്തും. അത് എൻ്റെ ജീവിതത്തിൽ പ്രൂവ് ചെയ്ത കാര്യമാണ്. അപ്പം കളിയാക്കലിലും താഴ്ത്തിക്കെട്ടലിലും ഒന്നും വീഴരുത്. അതിലൊരു വാശിയാണ് വരണ്ടേ, ഇനി ഞാൻ കാണിച്ചു തരാന്നുള്ളൊരു വാശിയാണ് വരണ്ടേ. അപ്പൊ ഇത്രയ്ക്കൊക്കെ ഉള്ളൂ ഹരിതയ്ക്ക് പറയാനായിട്ട്. അപ്പൊ ഇന്നത്തെ വീഡിയോ ഞാൻ വൈൻഡപ്പ് ചെയ്യാണ്. എനിക്ക് നല്ല ഹാപ്പിയാണ് ഇന്ന്. എനിക്കറിയില്ല എന്താണെന്ന്, നിങ്ങളോട് സംസാരിക്കുമ്പോൾ ഞാൻ എപ്പോഴും ഭയങ്കര ഹാപ്പി ആവാറുണ്ട്. അപ്പോൾ താങ്ക് യു സോ മച്ച്. അപ്പൊ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയ്ക്കൊക്കെ ഉള്ളൂ. അടുത്ത വിശേഷങ്ങളായിട്ട് അടുത്തൊരു വലിയ വീഡിയോയിൽ വരുന്നത് വരെ, സീ യു ഗൈസ്.